പരീക്ഷത്ത് ചോദിക്കുന്ന ചോദ്യം അത് നിങ്ങൾ അണ്ടർലൈൻ ചെയ്യണം. കാരണം ആ ചോദ്യമാണ് ഈ 2025 ഇനി 35 45 ഭാഗവതത്തിന് കാലാതീതമായ അല്ലെങ്കിൽ കാലാനുസൃതമായ പ്രസക്തി കൊടുക്കുന്നത്. അല്ലെങ്കിൽ 5000 വർഷം പഴക്കമുള്ള ഏതെങ്കിലും പുസ്തകം ആരെങ്കിലും ഇരുന്ന് വായിക്കുമോ? കാരണം അതിൽ ചോദിച്ച ചോദ്യങ്ങൾ ഒരു വ്യക്തിയുടെ ചോദ്യമല്ല, ഒരു സമൂഹത്തിൻ്റെ ചോദ്യമാണ്. എന്തിനാണ് ഭാഗവതം ഈ കാലഘട്ടത്തിൽ നമ്മൾ വായിക്കുന്നത്? സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. അങ്ങനെ പരീക്ഷത്ത് മഹാരാജാവ് പ്രായോപവേശത്തിനായി ഗംഗയുടെ തീരത്തെത്തിയപ്പോൾ അദ്ദേഹം ചോദിച്ച ചോദ്യത്തിന് വ്യക്തമായൊരു ഉത്തരം കിട്ടിയില്ല. ചോദ്യം എന്തായിരുന്നു? താൻ നാമമൊക്കെ ചൊല്ലുന്നുണ്ടെങ്കിലും തൻ്റെ മനസ്സ് കുറ്റബോധത്താലും ദുഃഖത്താലും വിഷമത്താലും വേദനയാലും ആകെ അസ്വസ്ഥമാണ്. ഒരു വശത്താകെ കുഴഞ്ഞു മറഞ്ഞു കിടക്കുന്ന മനസ്സും വേറൊരു വശത്ത് നാമം ചൊല്ലാൻ പറഞ്ഞ നാമത്തിൽ ഏകാഗ്രതയില്ലാതെ ഞാൻ യാന്ത്രികമായി, ഞാൻ വെറുതെ ഒരു ചടങ്ങുപോലെ നാമം ചൊല്ലിയിട്ട് ഒരു കാര്യമില്ലല്ലോ. എൻ്റെ മനസ്സ് എങ്ങനെ എന്നെ അലട്ടുന്ന വിഷമങ്ങളെ മറികടന്ന് ഈ നാമത്തിലൊന്ന് മുഴുകും? എനിക്ക് നിങ്ങൾ പറയുന്ന പോലെയൊക്കെ നാമത്തിൽ മുഴുകണമെന്നുണ്ട്, പക്ഷെ എൻ്റെ മനസ്സ് എന്നെ അനുവദിക്കുന്നില്ല. നല്ല ചോദ്യമല്ലേ? നമ്മുടെ എല്ലാവരുടെയും ചോദ്യമല്ലേ? എല്ലാവരുടെയും പ്രശ്നമല്ലേ? ഈ ചോദ്യത്തിൻ്റെ ഉത്തരം അവിടെ ഉണ്ടായിരുന്ന ആർക്കും കൊടുക്കാൻ പറ്റിയില്ല. അപ്പോഴാണ് അങ്ങോട്ട് വേദവ്യാസ മഹർഷിയുടെ പുത്രനായ ശ്രീ ശുക ബ്രഹ്മർഷി കടന്നു വരുന്നത്. മഹർഷി കണ്ടതും അവധൂത രൂപിയാണ്. അങ്ങനെയുള്ള ഒരു യോഗീശ്വരനായ ജ്ഞാനേശ്വരനായ തൻ്റെ ജീവിതം മുഴുവൻ അവധൂത വൃത്തിയിൽ കൊണ്ട് നടക്കുന്ന ആ മഹാഗുരുവിനെ കണ്ടതും ചാടി എണീറ്റ് അദ്ദേഹത്തിൻ്റെ പാദത്തിൽ വീണ് നമസ്കരിച്ച് താൻ ഇരുന്ന ഉയർന്ന ഇരിപ്പിടം ആ മഹാന് കൊടുത്ത് അദ്ദേഹത്തിൻ്റെ കാൽച്ചുവട്ടിലിരുന്ന് പരീക്ഷത്ത് ചോദിക്കുന്ന ചോദ്യം അത് നിങ്ങൾ അണ്ടർലൈൻ ചെയ്യണം. കാരണം ആ ചോദ്യമാണ് ഈ 2025 ഇനി 35 45 ഭാഗവതത്തിന് കാലാതീതമായ അല്ലെങ്കിൽ കാലാനുസൃതമായ പ്രസക്തി കൊടുക്കുന്നത്. അല്ലെങ്കിൽ 5000 വർഷം പഴക്കമുള്ള ഏതെങ്കിലും പുസ്തകം ആരെങ്കിലും ഇരുന്ന് വായിക്കുമോ? ഇന്ന് ലോകത്തിലുണ്ടായിട്ടില്ല. ഷേക്സ്പീരിയൻ പുസ്തകങ്ങളും അതുപോലെ എത്ര ഇലിയഡ്സിൻ്റെ പുസ്തകങ്ങളോ എത്രയെത്ര പുറത്തുള്ളവരെഴുതിയ പുസ്തകങ്ങളുണ്ട്. ഈവൻ സിഗ്മണ്ട് ഫ്രോയിഡിനെ പോലുള്ളവരെഴുതിയ അതൊക്കെ കാലം കൊണ്ട് മാറിപ്പോയി. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ആയിരിക്കുന്ന ദാസ് ക്യാപിറ്റലിസം ഇന്നിപ്പോൾ അത് എവിടെയുണ്ട്? ആര് വായിക്കുന്നു? കാരണം അതൊന്നും കാലാനുസൃതമായൊരു പ്രായോഗികത നഷ്ടപ്പെട്ട പുസ്തകങ്ങളായി മാറിയപ്പോൾ എല്ലാം കൊട്ടയിലേക്ക് എറിഞ്ഞ ആളുകൾ. അതൊന്നും ഇനി ആൾക്കാർക്ക് പ്രയോജനപ്പെടാൻ പോകുന്നില്ല. മനസ്സിലായില്ലേ? എന്നാൽ ഭാരതത്തിൻ്റെ ഭഗവത്ഗീതയും ഭാരതത്തിൻ്റെ ഭാഗവതവും ഒക്കെ ദിനം 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 അതിന് ശക്തിയും പ്രചാരവും കൂടുന്നു. നാളെ നിങ്ങൾക്കും ഇത് വ്യാഖ്യാനിക്കാൻ പറ്റും നിങ്ങളുടെ രീതിയിൽ. കാരണം അതിൽ ചോദിച്ച ചോദ്യങ്ങൾ ഒരു വ്യക്തിയുടെ ചോദ്യമല്ല, ഒരു സമൂഹത്തിൻ്റെ ചോദ്യമാണ്. ഒരു ലോകത്തിലെ ജനതയുടെ ചോദ്യമാണ്. എൻ്റെയും നിങ്ങളുടെയും ചോദ്യമാണ്. ഒന്നാം സ്കന്ധം 19 അധ്യായം 37 ശ്ലോകം. അതൊക്കെ അണ്ടർലൈൻ ചെയ്യണം. എന്തിനാണ് ഭാഗവതം ഈ കാലഘട്ടത്തിൽ നമ്മൾ വായിക്കുന്നത്? പൊതുവെയുള്ള ആളുകളുടെയൊക്കെ ധാരണ ഒരു അമ്പലമായാൽ ക്ഷേത്രം, അവിടെ സപ്താഹം നടത്തണം, സപ്താഹം അമ്പലത്തിലെ ഉത്സവത്തിൻ്റെ ഒരു ഭാഗം പോലെയാണ്. അല്ല, അങ്ങനെയല്ല. ഇത് അമ്പലത്തിൻ്റെ ഒരു ആഘോഷത്തിൻ്റെ ഭാഗമല്ല. അങ്ങനെ ആക്കിയത് പലരും. നമ്മളതിൽ നിന്ന് മാറി ചിന്തിക്കണം. ഇത് മാനവരാശിയുടെ മാനസിക പ്രശ്നങ്ങൾക്കുള്ള ഒരു പോംവഴിയാണ്, പരിഹാരമാണ്, വഴികാട്ടിയാണ്. ഇത് ദൈവത്തിനെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ടല്ല,
മനുഷ്യനെ ദൈവീകതയിലേക്ക് ഉയർത്താനാണ്. മാനവ മനസ്സിനെ ആത്മശക്തിയിലേക്ക് ഉയർത്താനുള്ളതാണ്. അപ്പം അതുകൊണ്ട് ആ ചോദ്യം വളരെ പ്രധാനമാണ്. നിങ്ങളത് പഠിച്ചു വയ്ക്കണം. കാരണം എനിക്ക് നിങ്ങളിൽ നിന്നൊക്കെയുള്ളൊരു പ്രതീക്ഷ, ഞാനും നിങ്ങളൊക്കെ, ഞാനിവിടെ ഇരിക്കുന്നു എങ്കിലും നാളെ നിങ്ങളാണിത് പ്രചരിപ്പിക്കേണ്ടത്, അല്ലാതെ കേട്ടു പോകരുത്. ഒരാളിലേക്കെങ്കിലും ഭാഗവതത്തിൻ്റെ മഹത്വം നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിച്ചാൽ അതായിരിക്കും ഭാഗവതത്തോടും വേദവ്യാസ മഹർഷിയോടും ഭഗവാൻ ശ്രീകൃഷ്ണനോടും ഗുരുപരമ്പരകളോടും നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു സേവനം. അതായിരിക്കും അവരുടെ അനുഗ്രഹവും. അപ്പം അതുകൊണ്ട് കേട്ടിട്ട് പോകരുത്, വെറുതെ ഇരുന്ന് കേൾക്കരുത്. സംതിങ് നിങ്ങൾ ഗ്രാസ്പ് ചെയ്യണം. അതിൽ ചില പോയിന്റുകൾ നിങ്ങൾ ക്യാച്ച് ചെയ്യണം. അത് നാളെ നിങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. നിൽക്കട്ടെ, ചോദ്യം എന്താണ്? അധസംസിദ്ധിം എന്താണ്? അധപൃച്ഛാമി സംസിദ്ധിം യോഗിനം പരമം ഗുരും പുരുഷസ്യേഹയത്കാര്യം മ്രിയമാണസ്യ സർവഥാ. ചോദ്യം ഇത്രയുള്ളൂ. സർവദാ മ്രിയമാണസ്യ പുരുഷ യത് കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? സർവദാ. സർവദാ എന്ന് പറഞ്ഞാൽ അർത്ഥാവില്ലേ? കുറേയൊക്കെ നമുക്ക് സംസ്കൃതം മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. സർവദാ, സർവദാ നമ്മുടെ മലയാളത്തിൽ പറയുന്നതാണ് ഇല്ലേ? സർവദാ എന്നൊക്കെയുള്ള ചില സമയത്തൊക്കെ നമ്മൾ ഉപയോഗിക്കും അങ്ങനെ. സർവദാ എന്ന് പറഞ്ഞാൽ എല്ലായ്പ്പോഴും, എപ്പോഴും. മ്രിയമാണസ്യ, അതിനിവിടെ അർത്ഥം എടുക്കേണ്ടത് മരണതുല്യമായ. എന്താണ് അതിന് മരണതുല്യം എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? വേദനാത്മകമായ, വളരെയധികം വിഷമം നിറഞ്ഞ. അപ്പം എന്താ അർത്ഥം മനസ്സിലാക്കേണ്ടത്? എപ്പോഴും പലതരത്തിലുള്ള വിഷമങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു മനസ്സിന്. പുരുഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥം ഒരു വ്യക്തിക്ക്, അല്ലാതെ പുരുഷൻ എന്ന് പറഞ്ഞാൽ ആണിന് എന്നുള്ള അർത്ഥത്തിലല്ല. പുരുഷൻ എന്നുള്ളതിന് മനസ്സെന്നൊരർത്ഥമുണ്ട്. മനസ്സിന് എങ്ങനെയാണ് പുരുഷൻ എന്നുള്ള വാക്ക് വരുന്നത്? പുരീശയന ഈശം ഇതി പുരുഷം എന്നാണ്. സംസ്കൃതത്തിൽ പല അർത്ഥങ്ങളുണ്ട്. അപ്പം പുരത്തിൽ ഈ ശരീരത്തെ വിളിക്കുക നവദ്വാരേ പുരേ ദേഹം ദേഹി എന്നാണ്. 9 ദ്വാരമുള്ളൊരു പുരമാണ്. ഇതിലിരിക്കുന്ന മനസ്സ് പുരീശനാണ്. അതുകൊണ്ട് മനസ്സിനെ പുരുഷൻ എന്ന് വിളിക്കുകയാണ്, അല്ലാതെ ആണിനെ വിളിക്കുന്ന പേരല്ല. മനസ്സിലായില്ലേ? പുരത്തിൽ വസിക്കുന്ന ഈശൻ, പുരി ഈശൻ, അതാണ് പുരുഷൻ. മനസ്സിലാവുണ്ടോ? അപ്പം അതുകൊണ്ട് മനസ്സ് എപ്പോഴും പലതരത്തിലുള്ള വിഷമങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ യത് കാര്യം, ഏത് കാര്യമാണ്, എന്താണ്, അതിൽ നിന്നും പുറത്ത് കടക്കാനൊരു വഴി, ഇത് അങ്ങ് പറഞ്ഞു തന്നാലും നീ ചോദിച്ചിട്ടുള്ളൂ. ഇത് പരീക്ഷത്തിൻ്റെ ചോദ്യമാണോ? ലോകത്തിലുള്ളവരുടെ മുഴുവൻ ചോദ്യമാണോ? ചോദ്യം കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ നിങ്ങൾക്ക്. ഇത് പരീക്ഷത്തിൻ്റെ ചോദ്യമാണോ? ഉറക്കെ പറയൂ. അതുകൊണ്ടാണ് ഇന്നും ഭാഗവതത്തിന് പ്രസക്തി. മനസ്സിലായില്ലേ? ഈ കാലഘട്ടത്തിലും 5000 വർഷം പഴക്കമുള്ള ഭാഗവതം നമ്മൾ കേൾക്കുന്നതിന് കാരണം നമ്മൾ ഓരോരുത്തരും നമ്മുടെ മനസ്സ് കടന്നു പോകുന്ന പല വിഷമങ്ങൾ, തൂലാമാലകൾ, അസ്വസ്ഥതകൾ, പിരിമുറക്കങ്ങൾ, സംഘർഷങ്ങൾ, പ്രയാസങ്ങൾ, ഇതിനെയെല്ലാം ഒന്ന് മറികടക്കാൻ എന്താ വഴി? പലരും ചിന്തിക്കുന്നില്ല, പലരും അതൊന്നും ആലോചിക്കുന്നില്ല, പലരും അങ്ങനെ അയവിറക്കിക്കൊണ്ടിരിക്കുകയാണ്. ആരെപ്പോലെ അറിയോ? ചർവിത ചർവണം, പശുക്കളെ പോലെ എന്ന് പറയും. പശുക്കളുടെ പ്രത്യേകത എന്താ? കഴിച്ചത് വീണ്ടും ചൂ ചെയ്യും, അയവിറക്കും, ആവർത്തിക്കും. ബബിൾഗം കഴിക്കുന്ന കുട്ടികളെ കണ്ടിട്ടില്ലേ? അരച്ച തന്നെ വീണ്ടും ചവച്ചരച്ച തന്നെ വീണ്ടും ചവച്ചരച്ച വീണ്ടും ഇതുപോലെ ദുഃഖങ്ങളെ അയവിറക്കി 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 അത് തന്നെ ജീവിതമാക്കി കൊണ്ടു നടക്കുന്നവർ. ചില ആളുകൾ പഴയ കാലത്ത്, ഇപ്പോൾ കുറവാണ്, ഉത്സവ സ്ഥലത്തൊക്കെ ഈ കൈ മുറിഞ്ഞവരും കാല് മുറിഞ്ഞവരും അവിടെ പഴുപ്പുള്ളവരൊക്കെ ഇങ്ങനെ കാണിച്ച് പിച്ചയെടുത്ത് ജീവിച്ച ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് നമ്മുടെ കേരളത്തിൽ കുറവാണ് ഇല്ലേ? പഴയ കാലത്തുണ്ടായിരുന്നില്ലേ? ഇല്ലേ? ഉത്സവ സ്ഥലത്തൊക്കെ അവിടെ മുറിഞ്ഞും ഇവിടെ മുറിഞ്ഞും ഒക്കെ ആ വ്രണങ്ങളൊക്കെ അവിടെ വെച്ച് പൈസ. ഏതുത്സവത്തിനും അവരുടെ മുറിവ് ഉണങ്ങില്ല. അതേ മുറിവ് എല്ലാ വർഷവും ഉണ്ടാവും അവർക്ക്.
എന്നതുപോലെയാണ് ഇന്ന് സാധാരണ മനുഷ്യൻ. അവർക്ക് പുറത്താണ് വ്രണങ്ങളെങ്കിൽ, മുറിവെങ്കിൽ, ഇന്ന് മനുഷ്യൻ്റെ അകത്താണ്. ഇന്ന് മനസ്സിലാണ് ഇത്തരത്തിലുള്ള വ്രണങ്ങളുള്ളത്. ഇന്ന് മനസ്സിലാണ് വേദനകളും വിഷമങ്ങളും. പലരും അത് മാറ്റാൻ ശ്രമിക്കുന്നില്ല. അവരെ കുറ്റം പറയട്ടില്ല, കാരണം ആരും അതിനുള്ളൊരു വഴികൾ പറഞ്ഞു കൊടുക്കുന്നില്ല. മനസ്സിലാവുണ്ടോ? ഇവിടെ അതാണ് കൃത്യമായി ചോദിക്കുന്നത്. പുരുഷസ്യേഹയത് കാര്യം പ്രിയമാണസ്യ സർവത. അതിനെന്താണ് ഞാൻ ചെയ്യേണ്ടത്? അപ്പോൾ അതിനുത്തരം പറഞ്ഞു, ഇതിൻ്റെ പരിഹാരമാണ് ശ്രീമദ് ഭാഗവതം, എൻ്റെ പിതാവിൽ നിന്നും കിട്ടിയ ഭാഗവതം. അപ്പോൾ ചോദിച്ചു, എന്താണ് ഭാഗവതം? ഞാൻ അതിലേക്ക് നേരിട്ട് കിടക്കാം. ഞാൻ രാവിലെ പറഞ്ഞു, ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പോകാൻ സമയത്തിൻ്റെ ഒരു പരിമിതിയുള്ളതുകൊണ്ട് കുറേയൊക്കെ ഞാൻ ജമ്പ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു എന്താണ് ഭാഗവതം എന്ന് പറയുമ്പോൾ ഭാഗവതത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. ഈ ഭാഗവതം സാക്ഷാൽ ഭഗവാനിൽ നിന്നും ബ്രഹ്മാവിനും, ബ്രഹ്മാവിൽ നിന്ന് നാരദർക്കും, നാരദിൽ നിന്ന് വ്യാസർക്കും, വ്യാസരിൽ നിന്ന് എനിക്കും കിട്ടി. അത് ചതുശ്ലോകി ഭാഗവതമായിരുന്നു. അപ്പം നമ്മൾ ഇന്ന് കേൾക്കുന്ന 18,000 ശ്ലോകങ്ങളുള്ള ഭാഗവതത്തിനും ഒരു ബീജഭാഗവതമുണ്ട്. അതിൻ്റെ പേരാണ് ചതുശ്ലോകി ഭാഗവതം. എന്താണ് ഇത്? വരുന്നത് 2-ാം സ്കന്ധം 9-ാം അധ്യായം 32, 33, 34, 35 ശ്ലോകങ്ങളിലാണ്. അപ്പം നമുക്കതൊന്ന് നോക്കാം. അങ്ങനെ നമുക്ക് വേഗത്തിൽ പോകേണ്ടതുണ്ട്, കുറേ ഭാഗങ്ങൾ പോർഷൻ തീർക്കാനുണ്ട്. അപ്പം ഇവിടെ ചതുശ്ലോകി ഭാഗവതം കിട്ടിയോ നിങ്ങൾക്ക്? 2-ാം സ്കന്ധം 9-ാം അധ്യായം 32, 33, 34, 35 പഠിക്കേണ്ട ശ്ലോകങ്ങളാണ്. അത് ബൈ ഹാർട്ട് പഠിക്കണം എല്ലാവരും. അഹമേവ സമേവാഗ്രേ നാന്യത്യ സതസത്പരം പശ്ചാദഹം യദേതശ്ച യോവശിഷ്യേതസോസ്മ്യഹം ഹൃദേർത്ഥം യത് പ്രതീയേത ന പ്രതീയേത ചാത്മനി തദ്വിദ്യാദാത്മനോ മായാം യഥാ ഭാസോ യഥാത്തമ യഥാ മഹന്തി ഭൂതാനി ഭൂതേഷു ച വജിഷ്വനോ പ്രവിഷ്ടാന്യപ്രവിഷ്ടാനി തഥാ തേഷു ന തേഷ്വഹം ഏതാവദേവ ജിജ്ഞാസ്യം തത്വജിജ്ഞാസുനാത്മന അന്വയവ്യതിരേകാഭ്യാം യസ്യാൽ സർവത്ര സർവത. ഇത്രയേ ഉള്ളൂ. എന്നിട്ട് അതിൻ്റെ ഒരു ഫലശ്രുതി പോലെ പറയാണ്, ഏതന്മതം സമാധിഷ്ട പരമേണ സമാധിന ഭവാൻ കൽപ്പവികൽപ്പേഷു ന വിമുഹ്യതി കർഹിജിൽ. അതാണ് പ്രധാനം. ഇത് ഉൾക്കൊള്ളാൻ സാധിച്ചാൽ ഭവാൻ അങ്ങക്ക് ന വിമുഹ്യതി കർഹിജിൽ എന്നാണ്. കർഹിജിൽ എന്ന് പറഞ്ഞാൽ ഒരിക്കലും, ഒരു കാലത്തും അങ്ങക്ക് മുഹ്യതി എന്ന് പറഞ്ഞാൽ മുഹ്യം എന്ന് പറഞ്ഞാൽ ദുഃഖം. അതായത് ഇത് ഉൾക്കൊള്ളാൻ സാധിച്ചാൽ ജീവിതത്തിൽ ഒരിക്കലും ദുഃഖമുണ്ടാവില്ല എന്നല്ല, അങ്ങനെ അർത്ഥം എടുക്കരുത്. ദുഃഖമില്ലാത്തൊരു ജീവിതം ഉണ്ടാവില്ല. പ്രായമായാൽ സോഡിയം ഇംബാലൻസ് വരും, പ്രായമായാൽ പൊട്ടാസ്യം ഇംബാലൻസ് വരും, പ്രായമായാൽ നിങ്ങളുടെ ശരീരത്തിൽ പല കെമിക്കൽ വേരിയേഷൻസ് വരും, ഓർമ്മശക്തി നഷ്ടപ്പെടാം, കാലുറയ്ക്കാതെയാവാം, ബ്ലാഡറുകളുടെയൊക്കെ ബാലൻസ് പോവാം. അപ്പോഴാണല്ലോ ഇപ്പം കൊച്ചുകുട്ടികൾക്ക് ഡൈപ്പറുള്ള പോലെ മുതിർന്നവർക്ക് ഇപ്പോൾ ഡൈപ്പറായി ഉണ്ടോ? ഈ രീതിയിലൊക്കെ മനുഷ്യൻ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ പണ്ടത്തേതിനേക്കാളും കൂടിക്കൂടി വരികയാണ്. അപ്പം അങ്ങനെ കൂടി വരുമ്പോൾ ദുഃഖമില്ലാത്തൊരു ജീവിതം ഉണ്ടാവുമോ? ഇല്ല. എന്നാൽ certain പരിശീലനം നിങ്ങൾ കൊണ്ടു നടന്നാൽ ആ ദുഃഖങ്ങളെയൊക്കെ നിങ്ങൾക്ക് ബൈപ്പാസ് ചെയ്തു പോകാൻ പറ്റും. അപ്പം നമുക്ക് ബൈപ്പാസ് റോഡുകളില്ലേ? മെയിൻ റോഡിൽ കയറാതെ ബൈപ്പാസ് ചെയ്യാൻ പറ്റുന്ന പോലെ ദുഃഖമൊക്കെ ഒരു ഭാഗത്ത് കിടക്കും. പക്ഷേ അതൊന്നും നിങ്ങളെ കാര്യമായി അലട്ടില്ല. അതിനുള്ള ഒരു പ്രൊവിഷൻ, അതിനുള്ള ഒരു സ്പേസ്, അതിനുള്ള ഒരു ബൈപ്പാസ് റോഡ് എവിടെയുണ്ട്? തലയ്ക്കകത്തുണ്ട്. പക്ഷെ മോസ്റ്റ് ഓഫ് ദി പീപ്പിൾ ആർ നോട്ട് ഏബിൾ ടു സീ ദാറ്റ്. അതാ പ്രശ്നം. നമ്മളത് കാണുന്നില്ല. നമ്മൾ ഈ ട്രാഫിക് റോഡ് മാത്രമേ കാണുന്നുള്ളൂ.
ഇപ്പം ഞങ്ങൾക്ക് ചാലക്കുടിയിൽ നിന്ന് അങ്കമാലി വന്ന് ഇങ്ങോട്ട് വരണമെങ്കിൽ ആരെങ്കിലും പോയിട്ടുണ്ടോ വഴിക്ക്? ഇപ്പം സുപ്രീം കോടതിയിൽ കേസ് നടക്കണം അവിടെ ടോള് പിരിക്കുന്നതിനാര്. കാരണം കംപ്ലീറ്റ് റോഡിൻ്റെ ഫ്ലൈ ഓവേഴ്സ് ഉണ്ടാക്കുകയാണ് അവിടെയൊക്കെ. മുഴുവൻ ട്രാഫിക് ജാമാണ് അല്ലേ? ആണോ അല്ലയോ? പക്ഷെ ഞാൻ ഇങ്ങോട്ട് വന്നത് കാടിൻ്റെ ഉള്ളിൽ കൂടെ ഒരു വഴിയുണ്ട് ഞങ്ങൾക്ക്. അത് പലരും പോയിട്ടുണ്ടാവില്ല. ഫുൾ കാടിൻ്റെ ഉള്ളിൽ കൂടെ ഉള്ളൊരു വഴിയാണ്. കാട്ടാനകളെയൊക്കെ കണ്ടിട്ടാണ് ഞാൻ വരുന്നത്. അങ്ങനെ ഒരു വഴിയുണ്ട്, ഫുൾ കാട്, വാഹനേ ഇല്ല, ഒരു വാഹനവും ഇല്ലാത്ത റോഡ്. അപ്പോൾ നേരെ ഇവിടെ പെരുമ്പാവൂർ വന്ന് കയറാം, ഇവിടുത്തെ എന്താണ് പറയുക, മലയാറ്റൂർ പള്ളിയിലേക്ക് താഴെ കൂടെ. അപ്പം അങ്ങനെ ഒരു റോഡുണ്ട്. അത് വളരെ റയറായിട്ട്, ആരെങ്കിലും പോയിട്ടുണ്ടോ അറിയില്ല ആ റോഡിൽ കൂടെ. വളരെ റയറായിട്ടുള്ള ആൾക്കാർക്കേ അറിയുള്ളൂ അത്. അപ്പോൾ ഈ ട്രാഫിക് ഒന്നും ബാധിക്കുന്നില്ല. അവിടെ റോഡുണ്ടോ, ബ്ലോക്കുണ്ടോ, ആളുണ്ടോ, ഒന്നും പ്രശ്നമില്ല. എന്തു പറഞ്ഞ പോലെ ഇതുപോലെ നമ്മുടെ തലയ്ക്കകത്തും ഒരു വഴിയുണ്ട്. വലിയൊരു കാട്ടിലകപ്പെട്ടേനാകം വഴിയും കാണാതെ ഉഴലുമ്പോൾ വഴിയിൽ നേർവഴി അരുളേണം നാദ തിരുവൈക്കം വാഴും ശിവശംഭോ. ഒരു വഴിയുണ്ട്. ആ വഴി കണ്ടുപിടിക്കാനാണ് ചതുശ്ലോകി ഭാഗവതം. അങ്ങനെ ആർക്ക് സാധിച്ചുവോ അവരെ മാനസികമായ പ്രശ്നങ്ങളൊന്നും അലട്ടില്ല. കാരണം ഇപ്പുറത്തെ വഴിയിലൂടെ അവർ പോകുന്നു. ഈ സ്പേസ് ഇല്ലാത്തവർ, ഈ വഴി കണ്ടുപിടിക്കാത്തവർ, അവരുടെ ജീവിതത്തിൽ അവർ വേദനയും വിഷമവും നരകവും പ്രയാസവും കൊണ്ട് അനുഭവിച്ചു തീർക്കണം. കാരണം ആവുന്ന കാലത്തൊന്നും തൻ്റെ ഉള്ളിൽ അങ്ങനൊരു വഴിയുണ്ടെന്ന് കണ്ടെത്താൻ ഒരു സത്സംഗത്തിന് വന്നിരിക്കണ്ടേ? ഭാഗവതത്തിൽ പറയും, ഭാഗ്യോദയേന ബഹുജന്മസമർച്ചിതേന സത്സംഗമേവ ലഭതേ പുരുഷോ യഥാ വൈ അജ്ഞാനഹേതുകൃത മോഹമദന്ധകാര നാശം വിദായ തഥാ ഉദയതേ വിവേക. എന്താ ഭാഗ്യം വേണമെന്നാ പറയാ. ഭാഗ്യോദയേന, ഭാഗ്യമുള്ളവർക്ക് സത്സംഗമേവ ലഭതേ, സത്സംഗം ലഭതേ. അങ്ങനെ സത്സംഗത്തിലൂടെ നമ്മുടെ ജീവിതത്തിൽ പരിവർത്തനം ഉണ്ടാക്കാം. നിൽക്കട്ടെ, നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഞാൻ ഇങ്ങനെ പറഞ്ഞു പോയാൽ നമ്മുടെ വിഷയം അവിടെ നിൽക്കതാണ്. അപ്പോൾ ആദ്യത്തെ ശ്ലോകം എല്ലാവരും ചൊല്ലുമെന്ന്. അഹമേവാസമേവാഗ്രേ. ഇതേതാ ശ്ലോകം? ചതുശ്ലോകി ഭാഗവതത്തിലെ ആദ്യത്തെ ശ്ലോകം. അഹമേവാസമേവാഗ്രേ നാന്യത്യസതസത്പരം പശ്ചാദഹം യദേതശ്ച യോ വശിഷ്യേത സോസ്മ്യഹം. അപ്പം ഇവിടെ വളരെ ശ്രദ്ധിക്കുക നമ്മൾ. അപ്പം മനുഷ്യൻ്റെ മനസ്സിലെ പ്രവർത്തനങ്ങൾ ഇത് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മളിലെല്ലാം ശ്രദ്ധയുണ്ട്. എന്താണ്? അവർക്ക് പറയൂ. ശ്രദ്ധ, കോൺസെൻട്രേഷൻ പവർ, ഫോക്കസിങ് പവർ ഉണ്ട് നമുക്ക്. ഇനി മറ്റൊന്ന്, നമുക്ക് ശ്രദ്ധ ഒരു ഭാഗത്തുണ്ട്, വേറെ വശത്ത് നമുക്ക് മനസ്സിൻ്റെ ഒരു ദൗർബല്യം എന്ന് പറയുന്നത്, ഒരാഗ്രഹം മനസ്സിൽ കയറിയാൽ, ഒരു വിഷമം മനസ്സിൽ കയറിയാൽ മനസ്സ് അത് തന്നെ ആവർത്തിച്ച് കളയും. വീണ്ടും വീണ്ടും നമ്മളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. ഉള്ളിൽ കാര്യമായി തട്ടുന്ന വേദന മറക്കാൻ അത്ര എളുപ്പമല്ല. കാരണം അത് ഉള്ളിൽ വല്ലാതെ കൊണ്ടുപോയി. ചിലരുടെ വാക്കുകൾ, ചിലരുടെ പ്രവൃത്തികൾ, ചില നഷ്ടങ്ങൾ ഇല്ലേ, മറക്കാൻ എളുപ്പമല്ല. ഒരു വശത്ത് മനസ്സിൻ്റെ ആസക്തിയും അവശ്യതയും, മനസ്സിൻ്റെ പലതിനോടുമുള്ള ആസക്തിയുണ്ട്, അതുപോലെ അവശ്യതയുണ്ട്.
ഈ വീക്ക്നെസ് നമ്മൾ കാണാതെ പോയാൽ, ഏത് വീക്ക്നെസ്? ആസക്തിയും പറയൂ അവശതയും കാണാതെ പോയാൽ. അപ്പം അതാണ് ഈ ചെറുപ്പക്കാർക്കൊക്കെ പറ്റുന്നത്. ആസക്തി എല്ലാവരുടെ ഉള്ളിലുണ്ട്. വസ്തുക്കളോടുണ്ട്, വ്യക്തികളോടുണ്ട്, സൗന്ദര്യത്തോടുണ്ട്. ഉണ്ടോ? ഉണ്ടോ ഇല്ലയോ? അതല്ലേ ഇന്ന് പ്രയോജനപ്പെടുത്തുന്ന ഈ മാർക്കറ്റുകാരൊക്കെ. സൗന്ദര്യ വസ്തുക്കളൊക്കെ കാണിച്ച് നിങ്ങളത് തേച്ച് കഴിഞ്ഞാൽ സുന്ദരമായി തീരുന്നൊക്കെ പറയുമ്പോൾ നിങ്ങളതൊക്കെ വാങ്ങിച്ച് തേച്ച് പൂശി പിന്നെയാണ് മനസ്സിലായത് വെളുക്കാൻ തേച്ചതൊക്കെ പാണ്ടായി എന്നുള്ളത്. പണ്ട് ഇവിടുന്ന് സൗദി അറേബ്യയിലേക്ക് സർഫിൻ്റെ പൊടി എക്സ്പോർട്ട് ചെയ്തു. അപ്പോൾ അവർ അഡ്വർടൈസ്മെൻറ്റ് കാണിച്ചത്, ചിത്രങ്ങൾ കൊടുത്തത് വൃത്തികെട്ട ഒരു ഷർട്ട്, ചളി പിടിച്ചൊരു ഷർട്ട്, അതിങ്ങനെ സർഫൊക്കെ ഇട്ട വെള്ളത്തിലേക്ക് അങ്ങോട്ട് മുക്കുന്നു, പിന്നെ റെയിൻ ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് അതിൽ നിന്നും ഒരു സാധനം അങ്ങോട്ട് പൊക്കിയെടുക്കുന്നു. നാലാമത്തത് തൂവെള്ള ഷർട്ട്. ഇങ്ങനെ അവരോട് ടി വിയിലും മറ്റും കാണിക്കാൻ പറഞ്ഞിട്ടാണ് ഇവർ സാധനം എക്സ്പോർട്ട് ചെയ്തത്. പോയ സാധനം അതുപോലെ ഇങ്ങോട്ട് വന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ അറേബ്യൻ നാടുകളിൽ നമ്മളൊക്കെ ഇടത്തുനിന്ന് വലത്തോട്ടാണ് എഴുതുക, അല്ലേ? നമ്മൾ നോട്ട് എഴുതുമ്പോൾ എങ്ങനെ എഴുതുക? ഇടത്തുനിന്ന് വലത്തോട്ടാണ്. അറബി നേരെ തിരിച്ചാ. അവരെവിടുന്നാ? വലത്തുനിന്ന് ഇടത്തോട്ടാണ്. അവർ അഡ്വർടൈസ്മെൻ്റ് അതുപോലെ കാണിച്ചു. നല്ല വെളുത്ത ഷർട്ട്, ഇതാ സർഫിൻ്റെ ഉള്ളിലേക്ക് പോണു. അതൊന്ന് പുറത്തു വരുന്ന വൃത്തികെട്ടൊരു സാധനം. ആരാ പിന്നെ അത് മേടിക്കുക? അഡ്വർടൈസ്മെൻറ്റ് തല തിരിഞ്ഞു പോയി. ഇടത്തുനിന്ന് വലത്തോട്ട് കാണിക്കേണ്ട സാധനം വലത്തുനിന്ന് ഇടത്തോട്ട് കാണിച്ചാൽ ആ പൊടി പിന്നെ വല്ലവരും മേടിക്കുമോ എന്നതുപോലെ ഇവിടെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ആസക്തി എന്നൊരു സാധനം നമ്മളെ എവിടെയാണ് കൊണ്ട് കുരുക്കുക എന്ന് പറയാൻ പറ്റില്ല. ഇന്ന് നോക്കൂ, നിങ്ങളൊരു മൊബൈൽ വാങ്ങിച്ചു കൊടുക്കാത്തതിൻ്റെ ദേഷ്യത്തിൽ തൂങ്ങുന്ന കുട്ടികളില്ലേ? ബൈക്ക് വാങ്ങിച്ചു കൊടുക്കാത്തതിൻ്റെ ദേഷ്യത്തിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന പിള്ളേരില്ലേ? എന്താ മിണ്ടാത്തത് നിങ്ങൾ? ഒരു വസ്തുവിനോട് ആസക്തി അമിതമായാൽ, അതല്ലേ ഡ്രഗ്സ്. നിങ്ങൾ നോക്കൂ, കുട്ടികൾക്ക് അതിനോടൊരു ആസക്തി കൂട്ടാനാണ് ഐസ്ക്രീമിനകത്തും ചോക്ലേറ്റിനകത്തൊക്കെ ഈ ഇന്നത്തെ മോഡേൺ സിന്തറ്റിക് ഈ പോയിസൺ ചേർക്കുന്നത്, ഡ്രഗ്സ് ചേർക്കുന്നത്. മോസ്റ്റ് ഡേഞ്ചറസ് വേൾഡിലേക്ക് നമ്മൾ പോകുന്നു. മനസ്സിലായില്ലേ? അപ്പം അങ്ങനൊരു ഒരു സമൂഹം ഞാൻ അത്ഭുതപ്പെടാറുണ്ട്. ചില സമയത്ത് ഈ കാശ്മീർ ഹിമാലയത്തിലൊക്കെ പോകുമ്പോഴേ അവിടെയൊക്കെ കഞ്ചാവ് അങ്ങനെ വളർന്നു കിടക്കുന്നതാണ്. കഞ്ചാവ് ചെടി. അതെങ്ങാനും കേരളത്തിലായിരുന്നെങ്കിൽ പെട്ടുപോയിരുന്നു ദൈവമേ. അവിടെ ഒരു മനുഷ്യനത് നോക്കുന്നില്ല, അവർ മൈൻഡ് ചെയ്യാതെ പോവുകയാണ്. എനിക്കൊരിക്കലും ഹിമാചൽ പ്രദേശിൽ ഒരാൾ കാണിച്ചു, സ്വാമി ഇതാണ് കഞ്ചാവെന്ന്. ഞാൻ പറഞ്ഞു, ഭാഗ്യം അത് കേരളക്കാരൻ കാണണ്ടെന്ന്. കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവൻ വിടുക സാധനം. ഈ തരത്തിലൊക്കെ ഇല്ലേ? നിങ്ങൾ നോക്കൂ, പുറമേക്ക് നോക്കൂ, ചില സ്ഥലങ്ങളിലൊക്കെ പോയാൽ മദ്യഷാപ്പിലൊന്നും ഒരു മനുഷ്യനില്ല. എന്നാൽ ഇവിടെ വല്ല ഈ പശുക്കൾക്കുണ്ടല്ലോ, രാവിലെ മുതൽ വൈകുന്നേരം വരെ വെള്ളം കൊടുക്കാതിരുന്നാൽ, ഒരു പശുവിനെ രാവിലെ മുതൽ നല്ല വെയിലത്തുള്ള ഒരു പറമ്പിൽ കൊണ്ട് കെട്ടി, ഗ്രൗണ്ടിൽ കൊണ്ട് കെട്ടി, വൈകുന്നേരം ആയാൽ അത് വെള്ളം കാണുമ്പോൾ എന്താ ചെയ്യുക? ഇതുപോലെയാണ് ആ തുറക്കാൻ കാത്തിരിക്കുന്നത്. ആ ആർത്തിയോടുകൂടി ക്യൂ നിൽക്കുന്നത് കണ്ടിട്ടില്ലേ നിങ്ങൾ? അതൊക്കെ കാഴ്ച കേരളത്തിലേ കാണാൻ പറ്റുള്ളൂ. പിങ്ങനെ എന്തുകൊണ്ട്? ആസക്തി തലയിൽ കയറിയാൽ പിന്നെ അവൻ ഭ്രാന്തനാണ്. പിന്നെ അവനെ പിടിച്ചാൽ കിട്ടില്ല. ഇതുപോലെയാണ് അവശത മനസ്സിൽ കയറിയാൽ, വേദന മനസ്സിൽ കയറിയാൽ, നഷ്ടം മനസ്സിൽ കയറിയാൽ, ദുഃഖം മനസ്സിൽ കയറിയാൽ അതിൽ നിന്നും മനസ്സിനെ വേർപെടുത്തൽ അത്ര പറയൂ എളുപ്പമല്ല. അപ്പം നമ്മുടെ ഉള്ളിൽ രണ്ട് ശത്രുക്കളുണ്ടെന്ന് അറിയണം: ആസക്തിയും അവശതയും. ആസക്തിയും അവശതയും. ഇതിൻ്റെ മറ്റൊരു പേരാണ് കാമവും ക്രോധവും. ക്രോധം എന്ന് പറഞ്ഞാൽ ദേഷ്യം എന്നല്ല, അവനവനോടുള്ള സെൽഫ് പിറ്റിങ് ആണ്. അവനവനോടുള്ള ഇൻസൾട്ട്, അവനവനോടുള്ള ഒരു ഗ്രഡ്ജ്, അവനവനോടുള്ള വെറുപ്പ്.
സെൽഫ് ഹേറ്റ്രീഡ്നെസ്. അവനവനെ ഹേറ്റ് ചെയ്യുക. കാരണം ഞാൻ എന്തിനാ അത് ചെയ്തത്, ഞാൻ എന്തിനാ അങ്ങനെ, എനിക്കെന്തുകൊണ്ട് ഇങ്ങനെ പറ്റി, എന്ത് ദൈവം എന്നെ, ഈ തരത്തിൽ സ്വയം അവനവനെ ഇൻസൾട്ട് ചെയ്യുക, ഡീഗ്രേഡ് ചെയ്യുക. മനസ്സിലാവണ്ട ഞാൻ പറയുന്നത്? ഇത്തരം ദുർബലതകളിൽ നിന്നും മനസ്സിനെ ഉയർത്തൽ അത്ര ഗീതയിലെ 3-ാം അധ്യായത്തിൽ അർജുനൻ ഈ ചോദ്യം ചോദിക്കും. മതക്കേന പ്രയുക്തോയം പാപം ചരതി പൂരുഷ. 38-ഓ 39-ഓ ശ്ലോകത്തെയായിരിക്കണം, കൃത്യം എനിക്ക് ഓർമ്മയില്ല. സംവേർ അവിടെയാണ്, ഗീതയിലെ 3-ാം അധ്യായത്തിൽ. അതക്കേന പ്രയുക്തോയം പാപം ചരതി പൂരുഷ അനിശ്ചന്ന വിവാഷ്ണയ ബലാദിവ നിയോജിത. കൃഷ്ണ, എന്തുകൊണ്ടാണ് നമ്മളൊക്കെ ചില സന്ദർഭങ്ങളിൽ പാപചിന്തകളിൽ, എന്ന് വെച്ചാൽ വിഷമചിന്തകളിൽ, ദുരിതചിന്തകളിൽപ്പെട്ട് വലഞ്ഞു പോകുന്നത്? അതൊന്ന് പുറത്ത് കടക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ മനസ്സിന് പുറത്ത് കടക്കാൻ സാധിക്കുന്നില്ല. അപ്പം എന്താ വേണ്ടത്? അപ്പം മനസ്സിലാക്കണം, ദുരിതത്തിൽ നിന്ന് പുറത്ത് കടക്കാൻ ശ്രദ്ധയെ സ്ട്രെങ്തൻ ചെയ്യണം. ഏതിനെ? ശ്രദ്ധയെ നമ്മൾ കരുത്തുള്ളതാക്കണം. ശ്രദ്ധയെ നമ്മൾ ഒന്നുകൂടി കരുത്തുള്ളതാക്കണം. അതെന്തിനാണത്? ശ്രദ്ധയ്ക്കൊരു പ്രത്യേകത ഉണ്ട്. അതിന് അവശതയിലേക്കും തിരിയാം, വേണമെങ്കിൽ ദൈവീക ചിന്തകളിലേക്കും തിരിയാം. ആരുടെ ശ്രദ്ധ ദുർബലമല്ലയോ അവർക്ക് രക്ഷപ്പെടാൻ സാധിക്കും. അഹമേവാസമേവാഗ്രേ. അഗ്രേ, ആരംഭത്തിൽ അഹം. അഹം എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥം നിത്യശുദ്ധ ബോധം, പൂർണ്ണബോധം, ഒരനന്തബോധം നമ്മളിലൊക്കെ ഉണ്ട്. ഈ ശ്രദ്ധ എവിടുന്നാ വരുന്നത്? ബോധത്തിൽ നിന്നാണ്. ആസക്തി എവിടുന്നാ വരുന്നത്? അതും ബോധത്തിൽ നിന്നാണ്. അവശത എവിടുന്നാ വരുന്നത്? അതും ബോധത്തിൽ നിന്നാണ്. അപ്പം നല്ലതും ചീത്തതുമൊക്കെ വരുന്നത് ബോധത്തിൽ നിന്നാണെങ്കിൽ എന്തിന് ഈ ദുർബലമായത് മാത്രം താലൂലിക്കണം? നല്ലതും ഉയർത്തണ്ടേ? നമുക്കറിയാം, രാവിലെ ആയാൽ നമുക്ക് ബാത്റൂമിൽ പോയേ പറ്റുള്ളൂ. കാരണം നമ്മുടെ ബ്ലാഡറൊക്കെ നിറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടാവും. നിങ്ങളൊരു 4-5 ദിവസത്തേക്ക് യൂറിനും പാസ്സാക്കില്ല, ടോയ്ലറ്റിലും പോവില്ല എന്ന് പറഞ്ഞ് അതൊക്കെ ഉള്ളിൽ കെട്ടി നിർത്തിയാൽ നിങ്ങളുടെ അടുത്തേക്ക് ഒരാൾക്ക് വരാൻ പറ്റില്ല. അപ്പം നമ്മുടെ ഉള്ളിൽ അടിഞ്ഞുകൂടുന്ന മാലിന്യത്തെ പുറത്ത് കളയണം എന്നുള്ളത് അറിയാലോ നമുക്ക്. പ്രകൃതി നമ്മളെ അതിനു വേണ്ടി പ്രേരിപ്പിക്കും. അതുകൊണ്ടല്ലേ നേച്ചേഴ്സ് കാൾ എന്നൊക്കെ പറയുന്നതിന്. പ്രകൃതി നമ്മളെ പ്രേരിപ്പിക്കും. ഉണ്ടോ? രാവിലെ പലരും എണീക്കുന്നതിനെ ബാത്റൂം പോകാനുള്ള ശങ്ക കൊണ്ടായിരിക്കും. കാരണം ബ്ലാഡർ വന്ന് നിറയും. അപ്പം പിന്നെ പുറത്ത് പോയേ പറ്റുള്ളൂ എന്നുള്ളത്, ശങ്ക തീർത്തേ പറ്റുള്ളൂ എന്നതുപോലെ മനസ്സിലും അടിഞ്ഞുകൂടുന്ന മാലിന്യങ്ങളെ പുറത്ത് തള്ളാൻ ഒരു വഴി ഒരുക്കണ്ടേ? ശരീരത്തിന് മാത്രമാണോ മാലിന്യം? അതുകൊണ്ടാണ് മനോമാലിന്യം. മലം എന്ന് പറയുന്നത് ചീത്ത വസ്തുവാണ്. അത് വയറിനകത്ത് മാത്രമല്ല, ബ്ലാഡറിന് മാത്രമല്ല, മനോമലം എന്നൊരു പേരുണ്ട്. വേണ്ടാത്ത ദുർബല ചിന്തകളെ വിളിക്കുന്ന പേരാണ് മനോമലം. കേട്ടില്ലേ അങ്ങനെ ഒരു ഭാഷ? ഉണ്ടോ? ഇപ്പം മനസ്സിൽ അടിഞ്ഞുകൂടുന്ന അനാവശ്യ ചിന്തകളെയും എന്ത് ചെയ്യണം? പുറത്താക്കണം. അതിനുള്ള എല്ലാ കഴിവും ശക്തിയും ബോധത്തിലുണ്ട്. അഹമേവാസമേവാഗ്രേ. നിങ്ങളെ രാവിലെ ഉണർത്തുന്നത് ആരാണ്? നിങ്ങളെ ആരാ രാവിലെ ഉണർത്തുന്നത്? ആ ഉള്ളവരാവ്. രാവിലെ എണീറ്റാലുണ്ടല്ലോ, ഒരു നിമിഷം കണ്ണടച്ച് നിവർന്നിരുന്ന് കട്ടിൽ നിന്ന് ചാടി ഇറങ്ങിയിട്ട് പോരരുത്. കട്ടിൽ നിന്ന് ചാടി എണീറ്റ് പോരരുത്. ഈ ശ്ലോകങ്ങളൊന്ന് ചൊല്ലുക. ഗീതയിലെ 15-ാം അധ്യായത്തിലെ 14-ഉം 15-ഉം ചൊല്ലിയിട്ടേ എണീക്കാവോ? മനസ്സിലായില്ലേ? 2-3 ശ്ലോകങ്ങൾ നിങ്ങൾ ബൈഹാർട്ട് പഠിക്കണം, ഡെയിലി ചൊല്ലണം. അഹം വൈശ്വാനരോ ഭൂത്വാ പ്രാണിനാം ദേഹമാശ്രിത പ്രാണാപാനസമായുക്ത പചാമ്യന്നം ചതുർവിധം
എൻ്റെ ശരീരത്തിലെ പ്രാണാപാനന്മാരെയൊക്കെ നിലനിർത്തിക്കൊണ്ട് ഈ ശരീരത്തിൽ ആഹാരം ദഹിപ്പിക്കുന്നതൊക്കെ ഏതൊരു പരമവൈഭവത്തിൻ്റെ മഹത്വം കൊണ്ടാണോ ഞാൻ നമിക്കുന്നു. അതുപോലെ സർവസ്യചാഹം ഹൃദി സന്നിവിഷ്ട മത്തസ്മൃതിജ്ഞാനമപോഹനം ച വേദൈഷ സർവൈരഹമേവ വേദ്യ വേദാന്തകൃദ്വേദവിദേവ ചാഹം. എന്നിൽ ആ പരമ വൈഭവത്തിൽ, ബോധവൈഭവത്തിൽ നിന്നാണ് ഓർമ്മ ഉണരുന്നത്, മനസ്സുണരുന്നത്, ഞാൻ പലതും അറിയുന്നത്, പഠിക്കുന്നത്, ഓർക്കുന്നത്. ഇതെല്ലാം എനിക്ക് സാധിക്കുന്നത് ഉള്ളിൽ അനന്തവും പൂർണ്ണവും സ്വതന്ത്രവുമായ ബോധമുള്ളത് കൊണ്ടാണ്. ഈ ബോധം ഉറപ്പിച്ചിട്ട് വേണം വരാൻ. അപ്പം ഞാൻ ആരാണ്? ആ ബോധത്തിൻ്റെ ഒരു ഭാഗമാണ്, അംശമാണ്. അല്ലാതെ ഞാൻ 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 എന്ന് ഞെളിഞ്ഞ് പിരിഞ്ഞ് കൊണ്ട് നടക്കരുത്. എനിക്ക് ഞാനെന്ന് പറയാൻ പോലും എന്നെ ഉണർത്താൻ എനിക്ക് പറ്റില്ല. ഞാനെന്ന് അഹങ്കാരിച്ച് ഇങ്ങനെ പറയുമ്പോണ്ടല്ലോ, എനിക്ക് രാവിലെ ഒന്ന് ഉണരണമെങ്കിൽ എന്നെ ഉണർത്താൻ അനന്തവും പൂർണ്ണവും സ്വതന്ത്രവുമായ ആര് വേണം? ബോധം വേണം. ആ ഒരു ബോധം നമ്മുടെ ഉള്ളിലുണ്ടാവണം. ഭഗവാനെ, ഞാൻ അവിടുത്തെ ഒരു അംശമാണ്, ഞാൻ അവിടുത്തെ ഒരു ഭാഗമാണ്. ദാസോഹം തവ കേശവ. ഗീതയിൽ 15-ാം അധ്യായത്തിൽ 7-ാം ശ്ലോകത്തിൽ കൃഷ്ണൻ പറയും, മമൈവ അംശോ ജീവലോകേ ജീവഭൂത സനാതന മനഃഷ്ടാണിന്ദ്രിയാണി പ്രകൃതിസ്ഥാനി കർഷതി. അർജുന, എല്ലാവരും എൻ്റെ അംശമാണ്. മമൈവ അംശോ. മനസ്സിലായില്ലേ? നമ്മൾ ആരാണ്? ഹു ആർ യു എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം രാവിലെ ഉറപ്പിക്കണം. ഞാൻ അനന്തവും സ്വതന്ത്രവും ആയ ബോധത്തിൻ്റെ ഒരംശമാണ്. ആ ബോധമില്ലെങ്കിൽ എൻ്റെ മനസ്സിന് ഉണർന്നു വരാൻ സാധ്യമല്ല. ഞാനല്ല എന്നെ ഉണർത്തിയത്. മനസ്സിലാവുണ്ടോ? ഇത് ഉള്ളിൽ ഉറപ്പിക്കാൻ സാധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങളെന്ന് പറയുന്നത് ആ ബോധത്തിൻ്റെ ഒരു അംശമാണ്. കിടക്കുന്നു അതിൻ്റെ വൈഭവം കുറേ. ഇനി എന്ത് വേണം? അടുത്തത്, നമ്മുടെ ശ്രദ്ധയെ നമ്മൾ കുറച്ചു നേരം അനുഷ്ഠാനങ്ങളിലേക്ക് കൊണ്ടുപോകും. ഡെയിലി ഒരു 108 തവണ നാമം ചൊല്ലി ശീലിച്ചു നോക്കൂ. അപ്പം എന്താ സംഭവിക്കുക? നിങ്ങളുടെ ശ്രദ്ധ ഏതിലേക്ക് തിരിയും? ഇത് ബൈപ്പാസ് ഉണ്ടാക്കുകയാണ്. നിങ്ങളൊരു വഴി ഉണ്ടാക്കുകയാണ്. അപ്പം നിങ്ങളുടെ ശ്രദ്ധിക്കണം. ഇത് പ്യുവർ സൈക്കോളജിയാണ്. ഇത് നിങ്ങളെ ഞാൻ ബ്ലൈൻഡ് ബിലീഫ് പഠിപ്പിക്കുകയല്ല. ഇത് നിങ്ങൾക്ക് സയൻസാണ് പറഞ്ഞു തരുന്നത്. നിങ്ങളുടെ ശ്രദ്ധ നിങ്ങൾ നാമജപത്തിലേക്ക് തിരിച്ചു വിടുമ്പോൾ, അത് നിങ്ങൾ കണ്ടിന്യൂസ്ലി പ്രാക്ടീസ് ചെയ്യുമ്പോൾ, നാമത്തിലേക്കുള്ള ശ്രദ്ധയുടെ തീവ്രത, അതിൻ്റെ ഇൻറ്റൻസിറ്റി, അതിൻ്റെ ഗ്രാവിറ്റി, അതിൻ്റെ അട്രാക്ഷൻ കൂടി 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 വരും. ദിവസവും നാമം ചൊല്ലുന്നവരിൽ ആ ശ്രദ്ധയുടെ ശക്തി ഉറക്കെ പറയൂ, കൂടി വരും. അപ്പം എന്തായി? ഒരാസക്തി വന്നു, അല്ലെങ്കിൽ ഒരു അവശത വന്നു. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നഷ്ടം പറ്റി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കുറവ് പറ്റി, അവശതയിൽ മനസ്സിൻ്റെ ശ്രദ്ധ കുരുങ്ങുകയില്ല. കാരണം ഇപ്പുറത്തൊരു നാമജപത്തിൻ്റെ ശക്തി ആർജിച്ചതുകൊണ്ട് ഉള്ളിൽ വേറൊരു സാധനമുണ്ട്. എന്താ അറിയോ? മനുഷ്യൻ്റെ ഈ ബോധത്തിൽ വെറും അവശത ചിന്തിക്കുന്ന മനസ്സ് മാത്രമല്ല, വെറും ശ്രദ്ധ മാത്രമല്ല, ശ്രദ്ധയ്ക്കും അവശതയ്ക്കും ഇടയിലൊരു സാധനമുണ്ട്. അതിൻ്റെ പേരാണ് വിവേകബുദ്ധി. എന്താണ്? ഇതിനെ പറയും 6th സെൻസ് എന്ന് പറയും, ഇൻഡ്യൂഷൻ എന്ന് പറയും. ഇതാണ് പരമശിവൻ്റെ തൃക്കണ്ണെന്ന് പറയുന്നത്. ഈ സെറിബ്രത്തിന് നേരെ പുറകിലായി സരസ്വതി നാഡി എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ നാഡി, അവിടെയാണത്രേ മനുഷ്യൻ്റെ ഇൻ്റലിജൻസ് ഇരിക്കുന്നത്. ഇൻ്റലിജൻസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അത് ഉള്ളിൽ നോക്കിക്കൊണ്ട് നമ്മളെ ആശ്വസിപ്പിച്ചുകൊണ്ട്, അത് നമ്മളെ ഗൈഡ് ചെയ്തുകൊണ്ട് പറയും, വിട്ടുപോകും, അതൊക്കെ വിട്ടേക്കൂ,
മുന്നോട്ട് പോകൂ. ഇതിലൊന്നും അപ്സെറ്റ് ആവേണ്ട യാതൊരു കാര്യമില്ല. ഇതെല്ലാം വരും, പോവും. അങ്ങനെ നമ്മൾ ആശ്വസിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവാൻ ഒരു പുഷ് തരുന്ന വിവേകശക്തി ഉണർത്താൻ ആർക്ക് സാധിക്കുന്നുണ്ടോ അങ്ങനെയുള്ളവരെ വലിച്ചു താഴ്ത്താനുള്ള കഴിവ് അവരുടെ മനസ്സിന് അവർക്ക് പറയൂ ഉണ്ടാവില്ല. മനസ്സിലാവുണ്ടോ? അതുകൊണ്ടാണ് ചിലർ തളരാത്തത്. നിങ്ങൾ നോക്കൂ, നിങ്ങൾ സീതാദേവിയുടെയൊക്കെ കഥ എടുത്ത് നോക്കൂ. രാമൻ കാട്ടിലേക്ക് സീതാദേവിയും കൊണ്ട് പോകുമ്പോൾ കാടുകളിലല്ല രാമൻ താമസിച്ചത്, ആശ്രമങ്ങളിൽ നിന്നും ആശ്രമങ്ങളിലൂടെയാണ് കടന്നുപോയത്. പഞ്ചവടിയിലും അതുപോലെ തന്നെ ചിത്രകൂടത്തിലും കുറച്ചേ താമസിച്ചുള്ളൂ. കൂടുതലും മഹർഷിവര്യന്മാരുടെ ആശ്രമത്തിലാണ്. 14 വർഷം, അതിൽ 12 വർഷം ആശ്രമത്തിൽ താമസിച്ചു. എത്ര? പിന്നെ 13ാമത്തെ വർഷമായപ്പോഴാണ് പഞ്ചവടിയിലേക്ക് എത്തുന്നത്. ആ 13ാം വർഷം കഴിയാറാകുമ്പോഴാണ് സീതയും കൊണ്ട് ആര് പോകുന്നത്? രാവണൻ പോകുന്നത്. അപ്പോൾ ഈ തരത്തിൽ ശ്രീരാമസ്വാമി അതിനുശേഷം ഇങ്ങനെ പലയിടത്തുമാണല്ലോ താമസം. ഗുഹകളിലൊക്കെയാണ് താമസം. പഞ്ചവടിയും വിട്ടു, അങ്ങനെയല്ലേ? എന്താ ഒന്നും മിണ്ടാത്ത നിങ്ങൾ? അപ്പം എന്തിനാ ഈ ആശ്രമങ്ങളിലൂടെ കടന്നുപോയത്? അവിടെയാണ് അവർക്ക് അനുഷ്ഠാനങ്ങൾ ചെയ്യാനും നല്ലതെല്ലാം കേൾക്കാനുമൊക്കെ ഒരു അവസരം ഉണ്ടാകും. അതുകൊണ്ട് ഒരാസക്തിയിൽ സീത പെട്ടുപോയി. അതിൻ്റെ ദുരന്തം രാവണൻ്റെ കൈവശം പെട്ടുപോയി. ആ നിമിഷം നോക്കൂ, രാവണൻ്റെ കസ്റ്റഡിയിൽ പെട്ടുപോയ സീത ഇന്നായിരുന്നു എങ്കിൽ, നിങ്ങൾ നോക്കൂ, ഒരുത്തൻ കാമാന്ധനായിട്ട് ഒരാളെ കയറി പിടിക്കുന്നു. നമ്മൾ കേൾക്കാറില്ലേ, അവിടെ വെച്ച് ഉപദ്രവിച്ചു, ഇവിടെ വെച്ച് ഉപദ്രവിച്ചു. ചിലരൊക്കെ ആണെങ്കിൽ റേപ്പ് ചെയ്ത് കൊന്നു എന്ന് വരെ കേൾക്കാറുണ്ട്. ഈ പെരുമ്പാവൂരിലെ ഒരു കുട്ടിയെ നശിപ്പിച്ചതല്ലേ ഇല്ലേ? പത്രത്തിലൊക്കെ വലിയ വാർത്തയായിരുന്നില്ലേ? പെരുമ്പാവൂർ തന്നെയായിരുന്നു അത്. എവിടെയായിരുന്നു ഓർമ്മയില്ല. എവിടെ ഈ പത്രം ഇങ്ങനെ വായിച്ചങ്ങനെ പോകുന്ന മനസ്സിലെവിടെ കിടക്കണം മാത്രം. അപ്പോൾ ഇങ്ങനെയുള്ള ക്രൂരകൃത്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ആ വ്യക്തി അതിലൂടെ കടന്നു പോകുന്ന ഒരു എര, അവർക്ക് അതിൽ നിന്ന് പുറത്ത് കടക്കൽ അത്ര എളുപ്പമാണോ? എന്നാൽ ഇവിടെ സീതാദേവി രാവണൻ്റെ കസ്റ്റഡിയിൽപ്പെട്ട് രാവണൻ ഇങ്ങനെ മുറുകെ പിടിച്ചിരിക്കുകയാണ് സീതയെ. ആ സമയത്തും രാവണൻ കാണാതെ, രാവണൻ അറിയാതെ തൻ്റെ വളകളും ആഭരണങ്ങളും ഒക്കെ ഊരി തൻ്റെ വസ്ത്രത്തിൻ്റെ ഒരു പീസ് എടുത്ത് അതെല്ലാം കെട്ടി അങ്ങ് ഋഷ്യമൂകാചലത്തിലേക്ക് വലിച്ചെറിയണമെങ്കിൽ അല്പമൊരു മനോബലം ഇല്ലെങ്കിൽ നടക്കുമോ? പറയൂ, നിങ്ങൾ പറയൂ, നടക്കുമോ? ഈ മനോബലമാണ് ആശ്രമങ്ങളിലൂടെ ജീവിക്കുമ്പോൾ അനുഷ്ഠാനത്തിലൂടെ നേടിയെടുത്തതെങ്കിൽ ഇന്ന് നമ്മുടെ കുട്ടികൾക്കതില്ലാതെ പോയി. അമ്പലത്തിൽ തൊഴുതു പോയത് കൊണ്ട് കാര്യമില്ല. നാമജപം എന്ത് വേണം? പറയൂ. അപ്പം നമ്മുടെ ശ്രദ്ധ ഏതിലേക്ക് തിരിയും? നാമത്തിലേക്ക് തിരിയുമ്പോൾ ഇവിടെ ഒരു വിഷാദത്തിലേക്ക്, ഒരു വിവശതയിലേക്ക്, അവശതയിലേക്ക് മനസ്സ് നമ്മളെ വലിച്ചു കൊണ്ടുപോകുമ്പോഴും ഉള്ളിലുള്ള ശ്രദ്ധയുടെ ശക്തി കൊണ്ട് എങ്ങനെ ഇതിൽ നിന്ന് കരകയറണമെന്നുള്ളൊരു വിവേകം നമ്മളിൽ ഉദിച്ചു വരും. മനസ്സിലാവുണ്ടോ? നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ? ഒരാളും ദുർബലല്ല, മനസ്സാണ് ദുർബലൻ. അതാണായാലും ശരി, പെണ്ണായാലും ശരി. മനസ്സിലാവുണ്ടോ? വിദ്യാഭ്യാസമുള്ളത് കൊണ്ട് മനോബലമുണ്ടാവില്ല, അനുഷ്ഠാനം കൊണ്ടേ മനോബലമുണ്ടാവുള്ളൂ. ഇന്ന് നമ്മുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസമുണ്ട്, ഏതില്ല? അനുഷ്ഠാനമില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞ സന്ധ്യയ്ക്ക് ഒരിക്കലും കുട്ടികളെ ട്യൂഷന് പറഞ്ഞയക്കരുത്. നോ ട്യൂഷൻ ഈവനിങ്ങിൽ. കാരണം സന്ധ്യയാണ് മനസ്സ് ദുർബലമാകുന്ന ഒരു സമയം. അതുകൊണ്ട് ആ സമയത്ത് മനസ്സിനെ ഉയർത്തിയിട്ടില്ലെങ്കിൽ പിന്നീട് ആ മനസ്സിനെ ഉയർത്തിയെടുക്കാൻ അത്ര എളുപ്പമല്ല. അതുകൊണ്ടാണ് സന്ധ്യയ്ക്ക് പണ്ടുള്ളവർ എന്ത് ചെയ്യാൻ പറഞ്ഞത്? നാമം ജപിക്കാൻ പറഞ്ഞത്. മനസ്സിലായില്ലേ? ആ സമയം നഷ്ടപ്പെടുത്തരുത്. ഇതൊക്കെ കളഞ്ഞു കുളിച്ചതുകൊണ്ടാണ് ഇന്ന് കുട്ടികൾ അങ്ങനെ മാനസിക പിരിമുറുക്കങ്ങളിലും കുടുംബജീവിതം തകർച്ചയിലും കുഞ്ഞുങ്ങളില്ലാതെയും
ഒക്കെ നരകം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. വിദ്യാഭ്യാസം ഉണ്ടായതുകൊണ്ട് ജീവിതമുണ്ടാകുമെന്ന് തെറ്റിദ്ധരിച്ചവരാണ് ഹിന്ദുക്കൾ. വിദ്യാഭ്യാസം വേണം, പക്ഷെ വിദ്യാഭ്യാസത്തോടൊപ്പം മാനസികമായ ശക്തി നേടിയിട്ടില്ലെങ്കിൽ എത്ര വിദ്യാഭ്യാസമുണ്ടായിട്ടും പറയൂ, ഇഫ് ഹെൽത്ത് ഈസ് ലോസ്റ്റ് സംതിങ് ഈസ് ലോസ്റ്റ്, ഇഫ് വെൽത്ത് ഈസ് ലോസ്റ്റ് സംതിങ് മോർ ഈസ് ലോസ്റ്റ്, പക്ഷേ ഇഫ് മൈൻഡ് ഈസ് ലോസ്റ്റ് എവ്രിതിങ് ഈസ് ലോസ്റ്റ്. മനസ്സ് പോയാൽ പിന്നെ എന്തുണ്ട് കയ്യിൽ? അതുകൊണ്ട് അഹമേവാസമേവാഗ്രേ നാന്യത്യ സതസത്പരം, അനന്തബോധം, സ്വതന്ത്രബോധം, പൂർണ്ണബോധം, അതിൽ നിന്നാണ് എല്ലാം വന്നിരിക്കുന്നത്, എല്ലാം നിൽക്കുന്നതും അതിലാണ്. അനന്ത സാധ്യതയുള്ള പൂർണ്ണ സ്വതന്ത്ര ബോധത്തിൽ നിന്നാണ് നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിത്വം ഉണർന്നു വരുന്നത്. ഞാൻ ആ അനന്ത സ്വതന്ത്ര ബോധത്തിൻ്റെ ഒരു ഉറക്കെ പറയൂ. അതാണ് ആദിശങ്കരാചാര്യസ്വാമികൾ കാലടിയിലിരുന്ന് ആ മഹാൻ നമുക്ക് തന്നിരിക്കുന്ന ഒരു ശ്ലോകമുണ്ട്. നമ്മളോട് രാവിലെ ജപിക്കാൻ പറയുന്നൊരു ശ്ലോകമുണ്ട്. എന്താണത്? ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം മനോബുദ്ധ്യഹങ്കാര ചിത്താനിനാഹം. കേട്ടിട്ടുണ്ടോ അതൊക്കെ? ഇതേതാ കൃതി? നിങ്ങൾ പെരുമ്പാവൂർ തന്നെയാണല്ലേ, കാലടിക്ക് അടുത്ത് തന്നെയാണല്ലേ? കഷ്ടം. ആ ശങ്കരാചാര്യസ്വാമികളുടെ മണ്ണിനടുത്ത് ജനിക്കാൻ സാധിച്ചിട്ട് ഇതൊന്നും തുറന്നു നോക്കിയില്ല പറഞ്ഞാൽ നഷ്ടം കേട്ടോ. ഇതിൻ്റെ പേരാണ് നിർവാണ ഷട്കം. എന്താണ്? അതിലെഴുതി വെച്ച വരികളാണ് ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. രാവിലെ കുറച്ച് സമയമൊക്കെ മെനക്കെട്ടാൽ നല്ലതാണ്. വലിയ കുഴപ്പമില്ലാതെ വണ്ടി ഓടണമെന്നുണ്ടെങ്കിൽ, മനസ്സിലായില്ലേ? അപ്പം അതുകൊണ്ട് സമയം വെറുതെ കളയരുത്. സമയം ഇപ്പോഴേ പ്രയോജനപ്പെടുത്തിയാൽ ജീവിതം വളരെയധികം ആസ്വദിക്കാം, സന്തോഷിക്കാം, ഉള്ളത് ഓണമാക്കാം. അല്ലെങ്കിൽ ഇല്ലാത്തതിനെക്കുറിച്ചിരുന്ന് ചിന്തിക്കാം, കിട്ടാത്തതിനെക്കുറിച്ച് പരിഭവിക്കാം, പോയതിനെക്കുറിച്ചിരുന്ന് വേദനിക്കാം. ചിന്തിക്കൂ, ഏത് വേണം ലൈഫിൽ. ഏതായാലും അടുത്ത വരി പറയണു, ഇതെന്തുകൊണ്ടാണ് മനുഷ്യർക്ക് കിട്ടാത്തത്? ഉള്ളിലൊക്കെ ഉണ്ട്, പക്ഷെ എന്തുകൊണ്ട് കിട്ടുന്നില്ല? അതിനാണ് അടുത്ത ഇത് പറയുന്നത്. അടുത്ത രണ്ടാമത്തെ ശ്ലോകം പറയുന്നത് എന്താണത്? ഹൃദേർത്തം യത് പ്രദീയേതാം ന പ്രദീയേത ചാത്മനി തദ്വിദ്യാദാത്മനോ മായം യഥാ ഭാസോ യഥാ തമാ. നോക്കൂ നിങ്ങൾ, എന്തുകൊണ്ട് നമുക്ക് ഉള്ളിലുള്ള ഈ ശക്തി അനുഭവിക്കാൻ പറ്റുന്നില്ല? ഇപ്പം ഇവിടെ ഒരു ഉദാഹരണം പറയുകയാണ്. പ്രതീയേത, അതായത് പ്രതിബിംബങ്ങൾ. ഏതുപോലെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ വെളിച്ചമുണ്ട്, ഇപ്പം പകലാണ് അല്ലേ? അല്ലേ? പക്ഷെ ഈ പകലിലും ഇരുട്ടുണ്ടോ? പകലിലും ഇരുട്ടുണ്ടോ? ഇപ്പം ഞാനിരിക്കുന്നിടത്ത് പ്രകാശം കൂടുതലാണോ, നിങ്ങളിരിക്കുന്നിടത്ത് പ്രകാശം കുറവാണോ? അത് തന്നെ നോക്കിയാൽ മതി. ഇവിടെ വെളിച്ചത്തിൻ്റെ തീവ്രത കൊണ്ട് ഇരുട്ടിൻ്റെ അംശം കുറവാണ്. നിങ്ങളിരിക്കുന്ന ഭാഗത്ത് ഈ ഷെയ്ഡൊക്കെ കാരണം പുറത്ത് വെളിച്ചമുണ്ടെങ്കിലും അകത്തിത്തിരി, ഉറക്കെ പറയൂ, ഇരുട്ടുമുണ്ട്. അപ്പം വെളിച്ചത്തിൻ്റെ തീവ്രത കുറയുമ്പോൾ അവിടെ എന്തും നിൽക്കും? ഉറക്കെ പറയൂ, ഇരുട്ടുണ്ട്. മനസ്സിലാക്കണ്ടല്ലോ. ഇതുപോലെയാണ് ആസക്തിയും അവശതയും. ഇരുട്ടാണെന്ന് നമ്മൾ അറിയുന്നില്ല, ശ്രദ്ധ വെളിച്ചമാണെന്ന് നമ്മൾ അറിയുന്നില്ല. അതുകൊണ്ട് എന്തു പറ്റി? ശ്രദ്ധ
എന്ന് പറയുന്ന വെളിച്ചത്തെ നമ്മൾ വികസിപ്പിക്കാതെ പോയി ആസക്തിയും അവശതയും അതങ്ങോട്ട് ഏറ്റിക്കൊണ്ട് നടന്നു. പ്രേമിക്കുന്നവനെന്നും പ്രേമിക്കുന്നു വിചാരിച്ചു, അല്ലെങ്കിൽ കൂടെയുള്ളതെന്നും കൂടെയുണ്ടെന്ന് അങ്ങോട്ട് കരുതി, ആരോഗ്യമെന്നും കൂടെയുണ്ടാകുമെന്ന് കരുതി. ഇതൊന്നും കയ്യിലുണ്ടാവില്ല എന്ന് കാലം തട്ട് തരുമ്പോഴാണ് നമ്മൾ പഠിക്കുന്നത്. മനസ്സിലാവുണ്ടോ? പ്രേമിച്ചവൻ തന്നെയല്ല പ്രേമിക്കുന്നത്, വേറൊരുത്തിയാണ് പ്രേമിക്കുന്നത് അറിഞ്ഞപ്പോഴാണ് അവൻ എന്നെ തേച്ചു ഒട്ടിച്ചു എന്നൊക്കെയുള്ള ഭാഷയല്ലേ ഇപ്പം പറയുക. പണ്ടൊക്കെ അവൻ എന്നെ പറ്റിച്ചു പോയി എന്നാണ്, ഇപ്പൊക്കെ തേച്ചു ഒട്ടിച്ചു. പുതിയ പുതിയ ഭാഷകൾ പഠിക്കണം ഇപ്പോൾ കുറേ. മനസ്സിലായില്ലേ? കുറേ ഇപ്പോഴത്തെ മോഡേൺ ലാംഗ്വേജുകളുണ്ട്, ഇനി അതൊക്കെ പഠിക്കണം ഇനി. കാരണം അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ പിള്ളേരുടെ ഭാഷകൾ. ഏതായാലും അങ്ങനെ ജീവിതത്തിൽ പല അടികൾ കിട്ടുമ്പോഴാണ് ഞാൻ വെളിച്ചമാണെന്ന് കരുതിയതെല്ലാം ഇരുട്ടായിരുന്നു എന്നറിയുന്നത്. എന്താ നോക്കൂ നിങ്ങളുടെ ജീവിതം. അപ്പം അതുകൊണ്ട് വെളിച്ചത്തെ ഇരുട്ടായും ഇരുട്ടിനെ വെളിച്ചമായും തെറ്റിദ്ധരിച്ചു. അതാണ് ഹൃദയർത്ഥം യത് പ്രതീയേത ന പ്രതീയേത ചാത്മനി തത് വിദ്യാമാത്മനോ. ഇതാണ് മായയുടെ കളി. മായ വെളിച്ചത്തെ ഇരുട്ടാക്കും, അതായത് ശ്രദ്ധയെ മറയ്ക്കും. അതെന്ത് ചെയ്യും? ആസക്തിയും അവശതയുമെല്ലാം സത്യമാണ്. ഇതെപ്പോഴും കൂടെയുണ്ട്. ഇതാണ് ജീവിതം. ഇതിങ്ങനെ നമ്മളെ തെറ്റിദ്ധരിപ്പിച്ച് നോക്കൂ. നിങ്ങൾ ചെറുപ്പക്കാർ, എത്രയോ പിള്ളേർ പഠിത്തത്തിലുഴപ്പും വേണ്ടാത്ത കൂട്ടുകെട്ടും അങ്ങനെയൊക്കെ നടന്ന അവസാനം ഏതെങ്കിലും ഒരു ദിവസമൊക്കെ ആയിരിക്കും വണ്ടി ഇടിച്ചു മരിച്ചു എന്നോ. ഞാൻ വരുന്നത് ആതിരപ്പള്ളി, അവിടെ നിന്നാണ് വരുന്നത്. എത്ര എണ്ണം ഒരു വർഷം വെള്ളത്തിൽ ചാടി മരിക്കുക? പറഞ്ഞാൽ അനുസരിക്കില്ല. ആ വെള്ളത്തിൻ്റെ ആ ഒഴുക്കിലേക്ക് ചാടും, തലയടിക്കും, അത് ചത്തുപോകും. മനസ്സിലായില്ലേ? ഇങ്ങനെ ആവേശം കൊണ്ട് അനുസരണയില്ലാതെ അവനവൻ്റെ തോന്നിവാസം ചെയ്ത് അതാണ് ജീവിതമെന്ന് അങ്ങോട്ട് തെറ്റിദ്ധരിച്ച് ഇങ്ങനെ പ്രേമത്തിൽ വീണ് തകരുന്നവരില്ലേ? ഉണ്ടോ ഇല്ലയോ? സാമ്പത്തികമായി പലതിലും ചെന്ന് പെട്ട ഉള്ളിലോ കയ്യിലുള്ള കാശ് പോലും കളഞ്ഞു കുളിക്കുന്നവരില്ലേ? പറയൂ നിങ്ങൾ. അപ്പോൾ ഇതൊക്കെ എന്താ ചാടാൻ തോന്നുന്നത്? ഇപ്പുറത്തുള്ളിലൊരു വിവേകം പറയുന്നില്ല, ദേ സൂക്ഷിക്കണം, ഇതിലെന്തോ ചില ചതികൾ ഉണ്ട്, അറിയില്ല. ലക്ഷ്മണൻ പറയുന്ന പോലെ ഈ മാനിനെ കണ്ടിട്ട് ലക്ഷ്മണന് വളരെ സൂക്ഷ്മ ബുദ്ധി ഉണ്ടായിരുന്നു. ലക്ഷ്മണൻ പറഞ്ഞു, മാനുകളെപ്പോഴും കൂട്ടത്തോടെ മാത്രമേ വരുള്ളൂ, ഒറ്റയ്ക്കൊരിക്കലും മാനുകൾ വരില്ല. ഏതെങ്കിലും ഒരു മാൻ ഒറ്റയ്ക്ക് വരുന്നുണ്ടെങ്കിൽ അതിൽ ചതിയുണ്ടെന്ന് മനസ്സിലാക്കണം. ഇതൊക്കെ ലക്ഷണം കൊണ്ട് പറയാൻ സാധിച്ച ആളാണ് ആര്? എന്ന് മാത്രമല്ല, നമ്മൾ വന്നിട്ട് ഇത്രയും വർഷമായി, ഒരു വർഷക്കാലമായില്ലേ, ഇതുവരെ ഒരു മാനിനെയും കാണാത്ത ഈ സ്ഥലത്ത് പെട്ടെന്നൊരു മാൻ വരുന്നുവെങ്കിൽ അത് നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. രാമനോട് പറയുന്നുണ്ട് ഇതൊക്കെ. ഈ യുക്തികളൊക്കെ ലക്ഷ്മണൻ്റെ ഉള്ളിൽ തോന്നുന്നുണ്ട്. പക്ഷേ ആ സമയം സീതാദേവിക്ക് ആ മാനിനെ കിട്ടിയേ പറ്റുള്ളൂ. ചേട്ടാമാൻ എന്ന് പറഞ്ഞപ്പം ചേട്ടാ മാൻ്റെ പിന്നാലെയും പോയി, ചേച്ചിയും കൊണ്ട് രാവണനും പോയി. അല്ലേ? അങ്ങനെയല്ലേ? അല്ലേ? അവസാനം മാനും ഇല്ല, മേടവും ഇല്ല, രണ്ടും പോയി അവിടെ കിടന്ന് അയ്യോ സീതേ എന്നും പറഞ്ഞ് കരയേണ്ട ഒരു ഗതികേട് വന്നു. ഇതൊക്കെ എന്തിനാ ഈ കഥ പറയുന്നത്? നമ്മുടെ ജീവിതം പറയാനാണ്, അല്ലാതെ രാമൻ്റെ ജീവിതം പറയാനല്ല. അപ്പം അതുകൊണ്ട് ഓർത്ത് വയ്ക്കുക, ശ്രദ്ധ കൈവിട്ടുപോയാൽ പിന്നെ ജീവിതം താളം തെറ്റും. വെളിച്ചമാകുന്ന ശ്രദ്ധയെ ഇരുട്ടാക്കരുത്, ഇരുട്ടാകുന്ന ആസക്തിയെ വെളിച്ചമാക്കരുത്. കൂടെയുള്ളതൊന്നും എന്നും കൂടെ ഉണ്ടാവാൻ കാലം നമ്മളെ പറയൂ അനുവദിക്കില്ല. ബോധമുണ്ടാവണം, ഈ തിരിച്ചറിവുണ്ടാവണം. ഇന്നുള്ളതൊന്നും നാളെ ഉണ്ടാവില്ല. സ്വഭാവങ്ങൾ മാറുന്നു. കാലം പലതിനെയും
മാറ്റുന്നു. അല്ലേ? ശരിയല്ലത്? സ്വഭാവം മാറുന്നു എന്നുള്ളത്. എനിക്ക് അത്ഭുതം തോന്നിയത് കഴിഞ്ഞ ദിവസം കേരളത്തിലെ ദേവസ്വം മന്ത്രി ഒരു പത്രപ്രസ്താവന നടത്തി, ഞാൻ അയ്യപ്പ സംഗമം സംഘടിപ്പിക്കാൻ പോവുകയാണെന്ന്. ആ മനുഷ്യൻ സത്യപ്രതിജ്ഞ ചെയ്തത് എനിക്ക് ദൈവവിശ്വാസമില്ല എന്ന് പറഞ്ഞിട്ടാ. ഞാൻ മതേതരവാദിയാണ്, എനിക്ക് ദൈവത്തിലൊന്നും ഇപ്പം ആ മനുഷ്യനിതാ അയ്യപ്പ സമ്മേളനം നടത്താൻ പോണു. ഇതൊരു ആശ്ചര്യമല്ലേ ഇത്? അത്ഭുതമൊന്നുമില്ല. കാരണം രത്നാകരൻ വാത്മീകിയാകുന്ന സംസ്കാരമുള്ള നാട്ടിൽ ഇന്നലെ എതിർത്തവൻ ഇന്ന് അയ്യപ്പാന്ന് വിളിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ, അല്ലേ? ഇതാണ് കാലം എന്ന് പറയുന്നത്. അപ്പം ആ സത്യപ്രതിജ്ഞ ഇതിന് വല്ല വിലയുണ്ടോ? അയ്യപ്പൻ എന്നുള്ള പേര് പറഞ്ഞാൽ തന്നെ അദ്ദേഹത്തിൻ്റെ സത്യപ്രതിജ്ഞ പോയില്ലേ? അയ്യപ്പൻ എന്ന് പറയുന്നത് കേരളീയരെ സംബന്ധിച്ച് നമ്മളെല്ലാം പൂജിക്കുന്ന, ധർമ്മശാസ്താവിൻ്റെ ക്ഷേത്രത്തിലിരുന്ന് ഞാൻ പറയണ്ടല്ലോ, നമ്മളെ സംബന്ധിച്ച് കണി കണ്ട ഒരു പ്രത്യക്ഷ ദൈവമായി മണികണ്ഠനായി ആരാധിക്കുന്ന ഒരാൾ. ഞാൻ അയ്യപ്പൻ്റെ പേരിൽ ഞാനൊരു സമ്മേളനം നടത്തുന്നു പറഞ്ഞാൽ, അയ്യപ്പ എന്ന പേര് പറഞ്ഞാൽ തന്നെ ഞാൻ വിശ്വാസിയല്ല എന്ന് പറയുന്നതിന് തള്ളുകയല്ലേ? മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ആണോ അല്ലയോ? ആരാണ് നോക്കൂ നിങ്ങൾ, ആരാണ് അവനവന് വില കുറയ്ക്കുന്നത്? ഒരു വാക്ക് പറഞ്ഞാൽ അതിനൊരു വില കൽപ്പിക്കണ്ടേ? ഇവരെന്ത് കമ്മ്യൂണിസ്റ്റുകൾ? എനിക്കതാ മനസ്സിലാവാത്ത ഈ കമ്മ്യൂണിസത്തിന്. നിങ്ങളൊരു കാര്യം പറഞ്ഞാൽ അതിൽ ഉറച്ചു നിൽക്ക്. ഒരു കാലത്ത് പറയണത് എനിക്ക് വിശ്വാസമല്ലേ, വേറൊരു സമയത്ത് പറയണത് ഞാൻ അയ്യപ്പൻ്റെ. അപ്പം നാളെ അവിടെ നിന്ന് എല്ലാവരും ശരണം വിളിക്കുമ്പോൾ ഈ മനുഷ്യനൊന്ന് കേൾക്കണ്ടേ? എന്താന്നും മിണ്ടാത്തത് നിങ്ങൾ? അത്ഭുതമൊന്നുമില്ല അതിൽ, അത്ഭുതമൊന്നുമില്ല. കാരണം പണ്ട് ഗൗരിയമ്മയൊക്കെ പറഞ്ഞതാണ് എനിക്ക് വിശ്വാസമില്ല. അവസാനം കൃഷ്ണൻ്റെ വിഗ്രഹം കൊണ്ട് നടന്നതൊക്കെ ഒരു സത്യമാണ്. അവസാനം പറഞ്ഞു, എനിക്ക് മിണ്ടി പറയാനായിട്ട് എൻ്റെ കൂടെയുള്ളത് ആർക്കെങ്കിലും അറിയോ? ആരെയെ കൊണ്ട് നടന്നത് ഗൗരിയമ്മ? അവസാനം ഒരു കൃഷ്ണവിഗ്രഹമാണ്, ഒരു കൃഷ്ണവിഗ്രഹമാണ്. ആ കൃഷ്ണവിഗ്രഹത്തോടാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോഴത്തെ കഴിഞ്ഞ വേറൊരു മനുഷ്യൻ രാമായണം വായിച്ച് നടക്കണു. മനസ്സിലായില്ലേ? അത്ഭുതമാണേ, അത്ഭുതം. പോട്ടെ, പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ, അസത്യമായതൊന്നും സത്യമാവില്ല, സത്യമായതൊന്നും അസത്യമാവില്ല. ഇപ്പം നമ്മളെന്താ വെച്ചാൽ അസത്യത്തെ സത്യമാക്കാൻ നോക്കുകയാണ്. എന്താണ് അസത്യം സത്യമാക്കുന്നത്? ആരൊക്കെയോ കൂടെയുണ്ടാവും, എന്തൊക്കെയോ കൂടെയുണ്ടാവും. ഇതൊക്കെ കാലത്തിൻ്റെ പിടിയിലുള്ളതാണെന്ന് നമ്മളാരും അറിയുന്നില്ല. എന്നാൽ ശ്രദ്ധ കൂടെയുണ്ടാവും. ഏതുണ്ടാവും? അത് മറക്കരുത് നിങ്ങൾ. ആ ശ്രദ്ധ കൈവിടരുത്. അതിനെ നമ്മൾ ദൈവീകതയിലേക്ക് കൊണ്ടുപോയാൽ മനോബലം നമ്മുടെ കൂടെയുണ്ടാവും. അല്ലെങ്കിൽ ആരോ കൂടെയുണ്ടാകുമെന്ന് കരുതി അതെല്ലാം തെറ്റിദ്ധരിച്ച് ജീവിച്ചാൽ, കൈവിട്ടു പോയാൽ നെഞ്ചത്തടിച്ച് കരയേണ്ടി വരും. മനസ്സിലാവുണ്ടോ? എത്ര സത്യമാണ് ഈ പറയുന്നത് ഭാഗവതം. അതുകൊണ്ട് എങ്ങനെ ഉയരണം? അടുത്തത് പറയണു, യഥാ മഹന്തി ഭൂതാനി ഭൂതേഷു ചാവജിഷ്ണു പ്രവിഷ്ടാനി പ്രവിഷ്ടാനി തഥാ തേഷു ന തേഷുഹം. ഇന്നത്തെ ആധുനിക ഫിസിക്സ് എത്തി നിൽക്കുന്നത്, നോക്കൂ, നമ്മുടെ ഋഷിവര്യന്മാർ പറഞ്ഞിടത്താണ് മോഡേൺ ഫിസിക്സ് നിൽക്കുന്നത്. ഫിസിക്സ് പറഞ്ഞ വാക്കുകളൊക്കെ ഉണ്ടല്ലോ, നിങ്ങൾ വേദാന്ത ശാസ്ത്രവുമായി ചേർത്ത് വായിച്ചാൽ നമുക്ക് ഋഷിവര്യന്മാരോട് ആദരവ് തോന്നും. ഫിസിക്സ് പറയുന്നത് ഈ സൂര്യനും ചന്ദ്രനും ഭൂമിയും ഒക്കെ ഉണ്ടാവുന്നതിന് മുമ്പ്, എന്ത്? നമ്മളിരിക്കുന്ന ഭൂമിയും ചന്ദ്രനും സൂര്യനൊക്കെ ഉണ്ടാവുന്നതിന് മുമ്പ് ഇതെല്ലാം സൂക്ഷ്മമായ ഊർജകണികകളായിരുന്നു. എന്തായിരുന്നു? സൂക്ഷ്മമായ ഊർജമായിരുന്നു. ഇപ്പം അന്തരീക്ഷത്തിലെ ഊർജം അത് ഇതുപോലെ ഭൂമിയെയും സൂര്യനെയൊക്കെ സൃഷ്ടിക്കാൻ കഴിയുന്നതാണ്. നമുക്കറിയുന്നില്ല അത്. എവിടേക്കോ ഗാലക്സികൾ സൂര്യൻ ഉണ്ടാവുന്നുണ്ട്, എന്തൊക്കെയോ അവിടെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഊർജമാണ് പ്രപഞ്ചമായത്. എന്താണ്? അതാണ് E=mc² എന്നൊരു ഇക്വേഷൻ ഐൻസ്റ്റീൻ പഠിപ്പിക്കണം, അല്ലേ? E എന്നാൽ ഊർജം എന്നാണ്, എനർജി, ഇലക്ട്രോൺ, ന്യൂട്രോൺ, പ്രോട്ടോൺ എന്നൊരു ഊർജ്ജഘടന. ഈ പ്രപഞ്ചം ഊർജത്തിൽ നിന്നാണ്. ഊർജത്തിനാണെങ്കിൽ അളക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഊർജം
ഇൻഫിനിറ്റ് ആണ്. ഊർജത്തിൻ്റെ വാല്യൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ ടോട്ടൽ വാല്യൂ ഓഫ് എനർജി ഈസ്, ഫിസിക്സ് പഠിപ്പിക്കുന്നത് സീറോ എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റ് എന്നുള്ള അർത്ഥത്തിൽ അളക്കാൻ. ഇത് തന്നെയല്ലേ ഭാരത ഋഷി പറഞ്ഞത്, പൂർണ്ണമിതം പൂർണ്ണാത്, പ്രപഞ്ചം പൂർണ്ണ ഊർജത്തിൽ നിന്ന് വന്നു എന്ന് ഐൻസ്റ്റീൻ പഠിപ്പിക്കുന്നു. ഭാരതീയരും അതന്നെയാണ് പഠിപ്പിക്കുന്നത്. പ്രപഞ്ചവും വരുന്നത് പൂർണ്ണതയിൽ നിന്നാണ്, മനസ്സും വരുന്നത് അവർക്ക് പറയൂ പൂർണ്ണതയിൽ. ഈ വാക്ക് ഞാൻ എന്തിനാ പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, പൂർണ്ണതയിൽ നിന്നും വന്ന നമ്മൾ കാലം കൊണ്ട് എന്ത് ചെയ്തു അറിയോ, പരിമിതിയിലേക്ക് നമ്മൾ ചുരുക്കി. എവിടേക്ക് ചുരുക്കി? മനസ്സിനെ നമ്മൾ ക്രമേണ പരിമിതമാക്കി. എന്താ പരിമിതമാക്കാൻ കാരണം? നമ്മുടെ കൊച്ചു ഇഷ്ടങ്ങളും നമ്മുടെ സ്വാർത്ഥതയും നമ്മുടെ അഹങ്കാരവും നമ്മുടെ കുറേ വാശികളും ഇതിൽ മാത്രം ഞാൻ കൊണ്ട് നടന്നപ്പോൾ ഞാൻ അറിയുന്നില്ല, ഞാൻ എന്നെ സങ്കുചിതമാക്കി, എന്നെ ഇങ്ങനെ കോൺട്രാസ്റ്റ് ചെയ്ത് ഞാനിങ്ങനെ ചുരുക്കി എൻ്റെ ജീവിതം ഞാൻ അങ്ങനെ ദുർബലമാക്കുകയാണെന്ന്. എന്നാൽ ഞാൻ വന്നത് എവിടുന്നാണ് വന്നത്? പൂർണ്ണതയിൽ നിന്നും വന്നു. അപ്പം പൂർണ്ണതയുടെ സകല ശക്തിയും ഉള്ളിലുള്ള നമ്മളെന്ത് ചെയ്തു? പരിമിതപ്പെടുത്തി അങ്ങനെ സങ്കുചിതരാക്കി. വളരെ കൺജസ്റ്റഡ് ആക്കി. നമ്മളങ്ങനെ സ്ക്വീസ് ചെയ്ത് കളഞ്ഞു. അതുകൊണ്ട് എന്തു പറ്റി? വിഷമങ്ങളും ദുഃഖങ്ങളും വന്നാൽ നമുക്കതിൽ നിന്നും പുറത്തു കിടക്കാൻ സ്പേസ് ഇല്ല, നമുക്ക് പറ്റണില്ല. ഇത് നമ്മളായിട്ടുണ്ടാക്കി വെച്ച ദുരിതമാണ്. മനസ്സിലാവുണ്ടോ? യഥാ മഹന്തി ഭൂതാനി, ഈ വ്യാപ്തിയുള്ളതിൽ നിന്ന് പ്രവിഷ്ടാനി അതിൻ്റെ ചെറിയ സങ്കുചിതയിലേക്ക് വന്ന് ഇപ്പം നമുക്ക് അപ്രവിഷ്ടാനി പുറത്തു കടക്കാൻ പറ്റാതെ വന്നു. മനസ്സിലാവുണ്ടോ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പട്ടുനൂൽ പുഴുവിനെ കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? കുക്കൂൺ എന്ന് പറയുന്ന സാധനം കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? കുക്കൂൺ കൂട് കണ്ടിട്ടുണ്ടോ? പട്ട് വസ്ത്രങ്ങൾ ഉണ്ടാക്കുന്നത് പട്ടുനൂൽ പുഴുവുണ്ടാക്കുന്ന നൂലിൽ നിന്നാണ്. നിങ്ങളുടെ ഈ ഭാഗത്ത് തൊടുപുഴ ഭാഗങ്ങളിലൊക്കെ ഉണ്ട് മൽബറി കൃഷി എന്ന് പറയും. കേട്ടിട്ടുണ്ടോ നിങ്ങൾ? അതിൽ ഈ കുക്കൂണിനെ വളർത്തും. അപ്പോൾ ഈ മൽബറിയൊക്കെ കഴിച്ച് ഇലയൊക്കെ കഴിച്ച് അതിൻ്റെ ഉള്ളിൽ നിന്നൊരു സിറം, ഒരു പേസ്റ്റ് വരും. അതങ്ങനെ നൂലായി ഈ പാവം പുഴു ഇത് ചുറ്റിക്കൊണ്ടേയിരിക്കും. എങ്ങനെ ചുറ്റുകയെന്നറിയോ? നേരെ ഓപ്പോസിറ്റ്. എങ്ങനെ ഓപ്പോസിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ ചുറ്റി പുറത്തു കൂടിയല്ലേ നടക്കേണ്ടത്. ഇത് അതിന് പകരം ഉള്ളിലൂടെ കറങ്ങാൻ തുടങ്ങും. എങ്ങനെ? അപ്പം എന്ത് പറ്റും? ഉള്ളിലൂടെ കറങ്ങി നൂല് ചുറ്റിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആ കൂടിനകത്ത് കുരുങ്ങുകയാണെന്ന് ഈ പാവം പുഴു അറിയുന്നില്ല. പിന്നെ ആ പുഴുവിന് ആ കൂട്ടിൽ നിന്ന് ഒരിക്കലും പുറത്ത് കടക്കാൻ പറ്റുന്നില്ല. എന്നാൽ എട്ടുകാലി നല്ല ബുദ്ധിയുള്ള ആളാണ്. എട്ടുകാലി മലയാളിയല്ല, അതുകൊണ്ട് രക്ഷപ്പെട്ടു. അതുകൊണ്ട് അത് വലയുണ്ടാക്കുമ്പോഴുണ്ടല്ലോ മറ്റുള്ളവരൊക്കെ അത് വലയിൽ ചാടിക്കും. എന്നാൽ എട്ടുകാലിയുടെ വലയിൽ ഒരിക്കലും എട്ടുകാലി കുരുങ്ങുന്നത് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? നമ്മൾ കുരുങ്ങിയിട്ടുണ്ടാവും. ചില സമയത്ത് പറമ്പിലൂടെയൊക്കെ പോകുമ്പോൾ വാഴയുടെയൊക്കെ ഇലയിൽ, ഞാൻ ഇവിടെ ഇന്നലെ വന്നപ്പോൾ എട്ടുകാലിയുടെ വലയ ഇതിലുണ്ടാക്കി വെച്ചിരിക്കുകയാണ് ആള്. കുറഞ്ഞ സമയം കൊണ്ട് ഞാൻ രാവിലെ വന്നപ്പോൾ കണ്ടില്ല. പെട്ടെന്ന് മൈക്ക് ഇങ്ങനെ എടുക്കാൻ നോക്കും, മുഖത്തെന്തോ തട്ടിയത്. പിന്നെ മനസ്സിലായി എട്ടുകാലിയുടെ വലയാണ്. ഭാഗ്യത്തിന് വലിയ കുഴപ്പമില്ലാത്ത എട്ടുകാലിയാണ് തോന്നണം. ചിലപ്പോൾ അത് അലർജി ഉണ്ടാക്കും ചിലർക്ക്. അപ്പോൾ പറഞ്ഞു വരുന്നത്, എട്ടുകാലിയുടെ വലയിൽ ഒരിക്കലും ആര് കുരുങ്ങില്ല? എട്ടുകാലി കുരുങ്ങില്ല. എന്നാൽ പട്ടുനൂൽ പുഴുവിൻ്റെ സ്വഭാവം അത് നേരെ വിപരീതമായി നൂല് കുരുക്കി അവസാനം തൻ്റെ തന്നെ കൂട്ടിൽ പെട്ടുപോകുന്ന പട്ടുനൂൽ പുഴു പോലെയാണ് കുറേ മനുഷ്യർ. ഇവിടുത്തെ നൂലേതാണ്?
അങ്ങനെയാണ് മനുഷ്യരെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ നൂലേതാണ്? നിങ്ങൾ ചിന്തിച്ചു കൂട്ടുന്ന അനാവശ്യ ചിന്തകളുടെ നൂലിൽപ്പെട്ട് അതിൽ കുരുങ്ങി 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 ആദ്യം ഇത്തിരി വിഷമം, പിന്നത് വിഷാദം, പിന്നത് ഡിപ്രഷൻ, പിന്നെ കുറേയും കൂടി സീരിയസ് ആയി കഴിഞ്ഞാൽ അതിന് പറയും നമ്മൾ ആളിത്തിരി സൈക്കോളജിക്കലി ഭയങ്കര എഫക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പറയും മെൻ്റൽ എന്ന് പറയും. എന്താ പറയുക? ആൾക്കിത്തിരി മെൻ്റൽ, അതായത് വട്ടായി എന്നർത്ഥം. അതിന് വട്ടാ സ്വാമി എന്ന് പറയണാറില്ല ഇങ്ങനെ ചിലതിനെയൊക്കെ ഉണ്ടോ? അതായത് അമിതമായി ചിന്തിച്ചു കൂട്ടി അവസാനം എന്ത് പിടിക്കും? വട്ട് പിടിക്കും. ഇതാരാണ് അവനവന് വട്ടുണ്ടാക്കിയത്? ദൈവമാണോ? കാലമാണോ? വിധിയാണോ? യോഗമാണോ? തലയിലെടുത്താണോ? അവനവൻ ആവശ്യമില്ലാത്തത് ചിന്തിച്ചു കൂട്ടി. അപ്പം അങ്ങനെ ചിന്തിച്ചു കൂട്ടാൻ എന്താ കാരണം? ഇപ്പുറത്ത് വേറൊന്നും നല്ലത് ചിന്തിക്കാൻ സമയം ചെലവഴിച്ചില്ലേ. അതുകൊണ്ട് ഇവിടെ രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അടുത്ത വരി പറയുന്നു, ഏതാവദേവ ജിജ്ഞാസ്യം തത്വജിജ്ഞാസുനാത്മന അന്വയ വ്യതിരേകാഭ്യാം യസ്യാൽ സർവത്ര സർവത. രണ്ട് മാർഗം. ഒന്ന് സത്സംഗവും, രണ്ട് അനുഷ്ഠാനവും. എന്താ വേണ്ടത്? നല്ലവരോടൊക്കെ കൂട്ടുകൂടുക, നല്ലത് കേൾക്കുക, അതുപോലെ കൃത്യനിഷ്ഠയോടെ ജീവിതം കൊണ്ട് നടക്കുക. ആരെന്തു പറഞ്ഞാലും ശരി, നിങ്ങൾ രാവിലെ എണീറ്റോളണം, നിങ്ങൾ ജപിച്ചോളണം. മറ്റുള്ളവർക്കത് ഇഷ്ടപ്പെടുകയോ ഇഷ്ടപ്പെടില്ലേ എന്നൊന്നും നോക്കരുത്. അവനവൻ്റെ ജീവിതം അവനവനൊരു കൃത്യതയോടെ കൊണ്ട് നടന്നാൽ ഏത് ദുരന്തത്തിൽ നിന്നും പുറത്ത് കടക്കാനുള്ള മനോബലം നിങ്ങളുടെ ഉള്ളിൽ രൂപപ്പെടും. ഒന്ന് ഞാൻ പറയാം, പ്രാക്ടീസ് ചെയ്യാത്ത ഒന്നും കൂടെ ഉണ്ടാവില്ല. അഭ്യാസം ചെയ്യാത്തതൊന്നും നിങ്ങളുടെ കൂടെ പറയൂ ഉണ്ടാവില്ല. വെറുതെ ശനിയാഴ്ച അയ്യപ്പൻ്റെ അമ്പലത്തിൽ പോയി തൊഴുന്നത് കൊണ്ടോ, തിങ്കളാഴ്ച ശിവൻ്റെ അമ്പലത്തിൽ പോയി തൊഴുതുകൊണ്ടോ, വ്യാഴാഴ്ച കൃഷ്ണൻ്റെ അമ്പലത്തിൽ പോയി ചെയ്ത് തൊഴുന്നത് കൊണ്ടോ, ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും ദേവിയുടെ അമ്പലത്തിൽ പോയി തൊഴുന്നത് കൊണ്ടോ ഇത് കിട്ടില്ല. ഇത് സർവേഷു കാലേഷു മാമനുസ്മര. എന്താ വേണ്ടത്? ദിവസവും രാവിലെ, അതിനിപ്പോൾ ശുദ്ധമായാലും ശരി, ശുദ്ധിയില്ലെങ്കിൽ, ഇപ്പോൾ സ്ത്രീകൾക്ക് പീരീഡ് ആയാൽ പറ്റുമോ? ഒരു കുഴപ്പമില്ല. മരിച്ച പെലയുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. പ്രസവിച്ച പെലയുണ്ടോ? കുഴപ്പമില്ല. അതല്ലേ എഴുത്തച്ഛൻ എഴുതി വെച്ചത്? ഋതുവായ പെണ്ണിനും ഇരപ്പനും ദാഹകനും പതിതനും എന്നൊക്കെ എഴുതി വെച്ചിട്ടില്ലേ? നാവൊന്നു വേണ്ടു ഹരിനാരായണായ. അപ്പം അതുകൊണ്ട് ദിവസവും കുറച്ചു നേരം നാമജപത്തിൽ വിട്ടുവീഴ്ച ചെയ്യാതെ കൊണ്ടു നടന്നാൽ കുരുക്കുകളിൽ പെടുന്നത് കുറയ്ക്കാം. വഴിയുണ്ട്. മനസ്സിലായില്ലേ? ഇത്രയും പറഞ്ഞിട്ട് പറഞ്ഞു, ഇനി ഈ ചതുശ്ലോകി ഭാഗവതത്തെ നാരദ മഹർഷി വ്യാസർക്ക് പറഞ്ഞു കൊടുത്തു. വ്യാസരാണ് ഇതിനെ വിപുലീകരിച്ചത്. അങ്ങനെയാണ് 12 സ്കന്ധങ്ങളും 335 അധ്യായങ്ങളും 18,000 ശ്ലോകങ്ങളുമുള്ള ശ്രീമദ് ഭാഗവതം രൂപപ്പെടുത്തിയത്. ഒറിജിനലി ഭാഗവതം 4 ശ്ലോകമേ ഉള്ളൂ. അതായത് ചില സമയത്തുണ്ടല്ലോ, നല്ല പാല്, ഇപ്പം നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും അതിഥികൾ വരുന്നു, കുറച്ച് പേര്, ആദ്യം പറഞ്ഞു 10 പേരേ ഉള്ളൂ, പിന്നെ പറഞ്ഞു 30 പേര് വരുന്നുണ്ട്, ആകെ ഒരു പാക്കറ്റ് പാലേ ഉള്ളൂ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യും? വിപുലീയൊരു പാലിൽ കുറേയും കൂടി എന്തു ചെയ്യും? വെള്ളം ചേർക്കും. ഇല്ലേ? അങ്ങനെയല്ല എല്ലാവരും ചെയ്യാറ്, ആണോ അല്ലയോ? ഇപ്പം വീട്ടിൽ സാമ്പാറൊക്കെ ഉണ്ടാക്കി അതിഥി കുറച്ച് കൂടിപ്പോയാൽ എന്തു ചെയ്യും? അതുകൊണ്ടാണ് ഈ സപ്താഹത്തിനൊക്കെ പോയി ആദ്യം ഇടിച്ച് കയറരുത്. കാരണം അവരെ ഒരു ആവറേജ് കണക്കെടുക്കുമ്പോഴല്ലോ അവർക്ക് മനസ്സിലാവും ഇത്ര ആൾക്കാർ. പിന്നെ അവർക്ക് മനസ്സിലാവും ഫസ്റ്റ് വരുന്നവൻ ഇടി കൂടുന്നവനാണ്. അപ്പം അതുകൊണ്ട് എന്ത് വെച്ചാൽ അവർ നേരത്തെ എടുത്തു വെച്ച കഞ്ഞിവെള്ളമൊക്കെ കൂടെ ചേർത്തൊരു സാമ്പാർ ഉണ്ടാവും. അത് ആദ്യം കണ്ട് തീർത്ത് കളയും. മനസ്സിലായില്ലേ? കാരണം ആർത്തിയോടുകൂടി കഴിക്കുന്നവൻ എന്താ കഴിച്ചതെന്നുള്ള ബോധം ഉണ്ടാവില്ല. പിന്നെ പോകുന്നവർക്കായിരിക്കും. ഞാൻ പെരുമ്പാവൂർ ക്ഷേത്രത്തിലെ കാര്യമല്ല പറഞ്ഞത്, എൻ്റെ മേക്കെട്ടെടുക്കരുത് ഇനി. മനസ്സിലായില്ലേ? ഇവിടുത്തെ കാര്യമല്ല പറഞ്ഞു. കാരണം ഇവിടെ നല്ലോണം സാമ്പാർ ഉണ്ടാക്കേണ്ടതെന്നാണ് കേട്ടത്. പൊതുവേ പറയാണ്. മനസ്സിലായില്ലേ?
അപ്പം അതുകൊണ്ട് നിങ്ങളാരും ഈ സപ്താഹം കഴിഞ്ഞ ഉടനെ ഇടികൂടണ്ട, ഇവിടുത്തെ കാര്യം എനിക്ക് അറിയില്ല. അപ്പം അങ്ങനെ വിപുലീകരിക്കുന്ന പോലെ ഇവിടെയും വ്യാസഭഗവാൻ ചതുശ്ലോകി ഭാഗവതത്തെ വിപുലീകരിച്ചതാണ് 12 സ്കന്ധവും 18,000 ശ്ലോകങ്ങളുമുള്ള ഇന്ന് നമ്മൾ 2 വോള്യങ്ങളായിക്കൊണ്ട് നടക്കുന്ന ശ്രീമദ് ഭാഗവതം. ശരിക്കും ഭാഗവതം തുടങ്ങുന്നത് 3-ാം സ്കന്ധം മുതലാണ്. 3-ാം സ്കന്ധത്തിൽ ഭാഗവതം ആരംഭിക്കുന്നത്, ഞാൻ പറയണത് അപ്പോൾ ഫസ്റ്റും സെക്കൻഡും സ്കന്ധം എന്ന് പറയണത്, ഫസ്റ്റ് സ്കന്ധം ശരിക്കും പറഞ്ഞാൽ ഹൂ ഈസ് റിയലി എലിജിബിൾ ഫോർ ശ്രീമദ് ഭാഗവതം, ആരാണ് ഭാഗവതത്തിന് യോഗ്യരായിട്ടുള്ളവർ. എല്ലാവർക്കും ഭാഗവതത്തിന് ക്വാളിറ്റിയുണ്ട്, അല്ലെ ക്വാളിഫിക്കേഷൻ ഉണ്ടോ? ഇല്ല. പരീക്ഷത്തിനെ പോലുള്ളവരാവണം. ദാറ്റ് മീൻസ് ആരാണോ തൻ്റെ ജീവിതത്തിലെ മനോവിഷമങ്ങളിൽ നിന്നും തനിക്ക് പുറത്ത് കടക്കണം എന്നാഗ്രഹിക്കുന്നത്, അവരാണ് ഭാഗവതം കേൾക്കാൻ ശരിക്കും യോഗ്യതയുള്ളവർ. അപ്പം അതുകൊണ്ട് ആദ്യം ആരായിരിക്കണം ലിസണർ എന്ന് പറയുക. ഇനി ആരാണ് ഭാഗവതം പറയേണ്ടത്? ഈ ഭാഗവതത്തിൻ്റെ സത്ത ഉൾക്കൊണ്ടവരായിരിക്കണം ഭാഗവതത്തെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം. അപ്പം ശ്രീശുകനെ പോലുള്ളവർ പറയണം, പരീക്ഷത്തിനെ പോലുള്ളവർ കേൾക്കണം. അപ്പോഴാണ് ഭാഗവതത്തിനൊരു സിങ്ക്രണൈസേഷൻ ഉണ്ടാവുക. പറയുന്നവനും കേൾക്കുന്നവനും തമ്മിൽ സിങ്ക് ചെയ്യുക, പറയുന്നവനും കേൾക്കുന്നവനും തമ്മിലൊരു കണക്ടിവിറ്റി ഉണ്ടാവുക, ഒരു വൈബ് ഉണ്ടാവുക, ഒരു ചേർച്ചയുണ്ടാവുക. പറയുന്നവനും അതുകൊണ്ട് ഗുണം കിട്ടും, കേൾക്കുന്നവർക്കും പ്രയോജനം കിട്ടും. മനസ്സിലാവുണ്ടോ? അല്ലാതെ ഇത് കഥ പറയാനാവരുത് ഭാഗവതം.